ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ചാപ്റ്റർ 4. എന്താണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ കുറെ ബലൂണുകൾ ഇങ്ങനെ പോകുന്ന ഒരു പിക്ചർ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടു കാണും അല്ലെ. അപ്പൊ അതിനകത്ത് നിറച്ചിരിക്കുന്ന വാതകത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? എന്താണ്? ഹീലിയം അല്ലെങ്കിൽ ഹൈഡ്രജൻ അല്ലെ. ഒരിക്കല് ഒരു അച്ഛനും മകളും കൂടി അമ്പലത്തിൽ ഉത്സവത്തിന് പോയി. അപ്പൊ അമ്പലത്തിൽ ഉത്സവത്തിൽ നമ്മുടെ കുറെ നിറത്തിലുള്ള, ഇപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട പോലെ റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, പല നിറത്തിലുള്ള ബലൂൺ. അപ്പൊ ഈ കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ ഇവിടെ ഇങ്ങനെ ചുമന്ന നിറത്തിലും നീല നിറത്തിലുള്ള ബലൂണുകൾ ഉണ്ടല്ലോ, ഈ കറുത്ത നിറത്തിലുള്ള ബലൂൺ ഇവിടെ ഇല്ലല്ലോ, അതെന്താ കറുത്ത നിറത്തിലുള്ള ബലൂൺ ആകാശത്തേക്ക് പോവില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മകളെ, ഏത് ബലൂണും ആകാശത്തേക്ക് പോകും. ബലൂണിന്റെ നിറമല്ല, അതിനകത്ത് നിറച്ചിരിക്കുന്ന വാതകമാണ് അതിനെ ഉയർത്തുന്നത്. അതുകൊണ്ട് മക്കളെ, അതിനകത്ത് ഹീലിയമാണ് നിറച്ചിരിക്കുന്നത്, ഹൈഡ്രജനാണ് നിറച്ചിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, നിങ്ങളാവുന്ന ബലൂൺ, നിങ്ങളുടെ നിറം, നിങ്ങളുടെ ജാതി, മതം, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളവരാണോ, പിന്നെ പഠിച്ചിട്ടുള്ളവരാണോ, അല്ലെങ്കിൽ ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞവരാണോ, ഇതൊന്നും അല്ല ഇനി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളിലേക്ക് എന്ത് നിറയ്ക്കുന്നു, എങ്ങനെ നിങ്ങൾ പഠിക്കുന്നു, മനസ്സിലായോ? ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. കാരണം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ പഠിച്ചതുപോലെ എന്ത് പഠിച്ചാൽ നാളെ അത് തന്നെ കിട്ടും. വ്യത്യസ്തമായ റിസൾട്ട് കിട്ടണമെങ്കിൽ മുന്നേ പഠിക്കാത്ത വ്യത്യസ്തമായ രീതിയിൽ പഠിക്കണം. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. വളരെ വ്യക്തമായിട്ട് ശ്രദ്ധമായിട്ട് വീഡിയോ കാണുക, അല്ലാതെ അശ്രദ്ധയായിട്ട് കാണരുത് കേട്ടോ. അപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു. ഹീലിയമാണ് ആ ബലൂണിൽ നിറച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് ആകാശത്തേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ഹീലിയം എന്താണെന്ന് അറിയാനുള്ള ഒരു ഗ്യാസ് ആണ്. ഇനി നമ്മുടെ ലൈഫിൽ കാണുന്ന മറ്റു ചില എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒന്ന്, നിങ്ങൾ ഈ സോഡ ബട്ടൺ അല്ലെ, സോഡ കുപ്പിയുടെ ബട്ടൺ ഇങ്ങനെ അമർത്തി കഴിയുമ്പോൾ ഗ്യാസ് വരാറുണ്ടല്ലേ, എന്നൊരു സൗണ്ട് കേൾക്കാറുണ്ട്. നമ്മൾ ഈ സ്പ്രിന്റ് ഒക്കെ വെച്ചിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അല്ലെ, അങ്ങനെ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് എന്ത്, വിസിൽ. നമ്മുടെ കുക്കറിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ അവിടെ അതിനകത്തുള്ള ലിക്വിഡ് ഏത് രൂപത്തിലേക്ക് മാറുകയാണ്, ഗ്യാസ് രൂപത്തിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ അത് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഗ്യാസ് എന്നാണ്, നമ്മുടെ സിലിണ്ടർ അല്ലെ. ആ സിലിണ്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറെ ചെറിയ 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 മോളിക്യൂൾസ് ഉണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, മനസ്സിലായോ? അതുപോലെ നമ്മുടെ ഈ സിഗരറ്റ് ലാമ്പ് ഉണ്ടല്ലോ, ഈ സിഗരറ്റ് ലാമ്പിലും എന്താണ് ഈ പറഞ്ഞ ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ലിക്വിഡിന്റെ രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഈ സിഗരറ്റ് ലാമ്പ്. അത് വെച്ചിട്ടാണ് പലരും ഈ ഗ്യാസിന് മറ്റേ സാധനം കത്തിക്കാനില്ലെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, കത്തിക്കുക, മനസ്സിലായോ? അപ്പോ ഈ ബലൂണിന്റെ കേസ് തന്നെ നമ്മൾ പറയുമ്പോൾ ബലൂണ് ആദ്യം പറഞ്ഞത് നമ്മൾ ഹീലിയം ബലൂണാണ്. എന്തുകൊണ്ടാണ് ബലൂൺ മുകളിലേക്ക് പോകുന്നത്, അതാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പൊ അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ബലൂൺ ഉണ്ട്, വലിയ ബലൂൺ ഇങ്ങനെ അതിനകത്ത് ആൾക്കാർ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ആ ബലൂൺ എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. ആ ബലൂൺ നമ്മൾ ഹീലിയം അല്ല നിറച്ചിരിക്കുന്നത്, കാരണം അതിങ്ങനെ ഓപ്പൺ ആണ്, താഴെ ഓപ്പൺ ആണ്. അവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഹീറ്റ് ചെയ്യുമ്പോൾ ആ എനർജി കിട്ടിയ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ബലൂണിന്റെ വാൾസിൽ വന്ന് ഇടിക്കും, മനസ്സിലായി? അവിടെ പ്രഷർ ചെലുത്തും, ബലൂൺ വലുതാവും അല്ലെ. ആക്ച്വലി അവിടെ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്തുള്ള ഗ്യാസസിന്റെ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോ ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസിനെ കുറിച്ചാണ്. ഗ്യാസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എന്താണ് ഗ്യാസിന്റെ പ്രത്യേകത, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെൻസിറ്റിയിലേക്ക് വരാം. സാറ് പറഞ്ഞു നമ്മുടെ ഈ ബലൂൺ മുകളിലേക്ക് പോകാൻ കാരണം ഡെൻസിറ്റിയാന്ന് പറഞ്ഞു. എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നോക്കി, സാറ് ഉദാഹരണമായിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരച്ചിരിക്കുകയാണ് സാർ, ക്ലിയർ? ഇതിനകത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്, ഓക്കെ, കുറെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്, കുറെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്, കുറെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഒരു കുഞ്ഞി ചതുരം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറെ ആളുകളുണ്ട്. അത്തരത്തിലുള്ള കുഞ്ഞു ചതുരം ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയി 2-3 പേരുള്ളൂ. ഇവിടെ വരച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ അല്ലെ. അപ്പൊ ഒരു യൂണിറ്റ് സ്ഥലത്ത് എത്ര ആളുകൾ ഉണ്ടെന്ന് പറയുന്നതാണ് ആക്ച്വലി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് എത്ര പേരുണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യും, എന്നിട്ട് അവരുടെ വെയിറ്റ് എടുക്കും, ഓക്കെ, മാസ്. അപ്പൊ അവരുടെ മാസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാസിനെ നമ്മൾ അതിന്റെ വോളിയം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, വോളിയം കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. അപ്പൊ കിട്ടുന്ന ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡെൻസിറ്റി എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോ ഈ ബലൂണിനകത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ബലൂണിനകത്തുള്ള എയർ പാർട്ടിക്കിൾസിന് ഡെൻസിറ്റി എന്താണ്, കുറവാണ്.
അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ്. ബലൂണിനകത്തുള്ള എയർ പാർട്ടിക്കിൾസ്, അതായത് ഹീലിയത്തിന് നമ്മുടെ എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് മുകളിലേക്ക് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ആ വെള്ളത്തിനകത്ത് നമ്മൾ ഓയിൽ ഒഴിക്കും, ഓയിൽ കുണ്ടി കിടക്കും. അപ്പൊ ഈ വെള്ളവും ഓയിലും തമ്മിലുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓയിലിന് ഡെൻസിറ്റി കുറവായത് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, വെള്ളത്തിന്റെ നീര് എന്താണ് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലേക്ക് കയറ്റുക, ബ്രെയിനിലേക്ക് കയറ്റുക. അപ്പൊ ഡെൻസിറ്റി കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുന്നത്, പൊങ്ങി കിടക്കുന്നത്. ക്ലിയർ? യെസ്. അപ്പോ സോഫാർ നമ്മൾ എന്തെല്ലാം പറഞ്ഞത്, ഗ്യാസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമ്മളെ ലൈഫിലെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു, ബലൂണിന്റെ എക്സാമ്പിൾ പറഞ്ഞു, കുക്കറിന്റെ എക്സാമ്പിൾ പറഞ്ഞു, LPG സിലിണ്ടറിന്റെ എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, നമ്മൾ സോഡയുടെ എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ സിഗരറ്റ് ലാമ്പ് പറഞ്ഞു അല്ലെ, കുക്കറിന്റെ വിസിൽസിന്റെ പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ നമുക്കൊരു ഗ്യാസ് സ്റ്റേറ്റ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലായി അല്ലെ, മനസ്സിലായി. ഇനി ബലൂണിന്റെ കേസ് പറഞ്ഞപ്പോ രണ്ടു തരം ബലൂൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ആൾക്കാരെ വെച്ച് കയറി പോകുന്ന ഒരു ബലൂൺ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹീലിയം ഹൈഡ്രജൻ ഒന്നും അല്ല, അവിടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബലൂണിനകത്ത്, അതായത് ഇതാണ് ബലൂൺ വിചാരിക്കുക, ആ ബലൂണിന്റെ താഴെ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റ് കിട്ടിയിട്ട് പാർട്ടിക്കിൾസ് എന്താണ് ഒരുപാട് ദൂരം പോയി അവിടെ ചെന്ന് ഇടിക്കാൻ തുടങ്ങും അല്ലെ. ബലൂൺ എന്താണ് നന്നായിട്ട് വികസിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ പുറത്തുള്ള എയറും ഈ ബലൂണിന്റെ അകത്തുള്ള എയറും തമ്മിലുള്ള ഡെൻസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അകത്തുള്ള എയറിന് പുറത്തുള്ള എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, പുറത്ത് നമ്മളൊരു ചെറിയൊരു ചതുരം വരച്ചു കഴിഞ്ഞാൽ അത് കുറെ എയർ പാർട്ടിക്കിൾ ഉണ്ടാവും. സപ്പോസ് ഒരു 100 എയർ പാർട്ടിക്കിൾ ഉണ്ടാവും. എന്നാൽ അതേപോലത്തെ ഒരു ചതുരം നമ്മൾ ഇതിനകത്ത് വരച്ചത് ചിലപ്പോൾ ഒരു 5 എണ്ണം കാണാം, കണ്ടോ. അപ്പൊ അതാണ് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക യൂണിറ്റ് വോളിയത്തിന് എത്ര പാർട്ടികൾ ഉണ്ട്, അവിടെ എണ്ണമല്ല നമ്മൾ നോക്കുന്നത്, അവരുടെ വെയിറ്റ് ആണ്. ഓക്കെ. അപ്പോ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇപ്പൊ ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ എയർ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസിന്, ഗ്യാസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിന് ഹൈ എനർജി കിട്ടുക. അപ്പൊ അവർ ഇവിടെ നിൽക്കൂല, അവരെന്താണ് ഇങ്ങനെ ഓടാൻ തുടങ്ങുമ്പോൾ അവർ അകന്നു പോകും. മനസ്സിലായോ? അപ്പൊ ആ ഒരു പ്രത്യേക യൂണിറ്റിൽ ഉണ്ടായിരുന്ന ഇത്ര നേരം ഉണ്ടായിരുന്ന ഗ്യാസ് പാർട്ടിക്കിൾസ് അകന്നുപോയി. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ ഡെൻസിറ്റി എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ബലൂണുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് പോകുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. അടുത്ത പാർട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്തായിരുന്നു മക്കളെ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അതിനകത്ത് ഗ്യാസ് ലോസ് പഠിച്ചിട്ടില്ല നമ്മള്, ഗ്യാസ് എന്താണെന്ന് ചെറിയൊരു ഐഡിയ കിട്ടി. അത് കഴിഞ്ഞിട്ട് വേറെ സാധനം എങ്ങനെയാണോ, മോൾ കൺസെപ്റ്റ്. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ മോള് നിങ്ങളെ കണക്ക് വളച്ചാലുണ്ടാവും. ചില കുട്ടികൾക്ക് മോള് കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു, എത്ര ചെയ്താലും മോള് കിട്ടുന്നുണ്ടാവില്ല. ആദ്യമായിട്ട് കേൾക്കുന്ന സംബന്ധിച്ച് കുഴപ്പമില്ല. അപ്പോ മോൾ കൺസെപ്റ്റ് കെമിസ്ട്രിയിൽ പലവരെയും കുഴയ്ക്കുന്ന ഒരു വലിയ സംഭവമാണ്. പക്ഷെ അത്രയൊന്നുമില്ല, അത് വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അപ്പൊ ഇനി നമ്മൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇപ്പൊ തരും. പക്ഷെ അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വരുന്നത് പിന്നീട് മോള് വരുമ്പോഴാണ്. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ എന്താണ് മോള് എന്ന് പറയുന്നതിന് മുന്നേ നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ, യൂണിറ്റുകൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെരുപ്പുണ്ടല്ലേ, ഷൂ ഇല്ലേ, ഷൂ ഉണ്ട്. അപ്പൊ ആ ഷൂ എത്ര ഉണ്ട്, നിങ്ങൾ ഷൂ വാങ്ങുമ്പോൾ എത്ര വേണം, ഐ മീൻ ഒരു കാലിലേക്ക് വേണ്ടി മാത്രം വാങ്ങുന്നില്ലല്ലോ, 2 കാലിലും വാങ്ങും അല്ലെ. അപ്പൊ നിങ്ങൾക്കുള്ള ഷൂ സപ്പോസ് നിങ്ങൾക്ക് 2 ഷൂ ഉണ്ടാവും അല്ലെ. ഇതിന് നമ്മൾ പെയർ എന്നാണ് പറയാം. എന്താണ് പറയാ, പെയർ. 1 പെയർ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ 2 എണ്ണമാണ്. അപ്പൊ 2 എണ്ണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരു ജോഡി, 1 പെയർ എന്ന് പറയാം. ഓക്കെ. നിങ്ങളെല്ലാവരും പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടാ വളയിടുന്നവരാണെങ്കിൽ ഓക്കെ, ഈ വളയ്ക്ക് നമ്മൾ എന്താ പറയാ, എങ്ങനെയാണ് പറയാ, ഡസൻ എന്ന് പറഞ്ഞ കണക്ക് പറയാറുണ്ട് വളയ്ക്ക്. പെൺകുട്ടികൾക്കാണ് അത് കൂടുതൽ അറിയാൻ പറ്റുന്നത്, ഡസൻ. ഓക്കെ. അപ്പൊ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്, 12 നമ്പറാണ്. അപ്പൊ സാറ് നിങ്ങൾക്ക് കുറച്ച് വള തന്നിട്ട് ഒരു 2 ഡസൻ എണ്ണി എടുക്കാൻ പറയേണ്ടതായിരിക്കും. ഒരു 2 ഡസൻ വള എനിക്ക് തരാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ആ വള എടുത്ത് വെക്കുന്നു. 1 2 3 4 5 6 7 8 9 10 12 ഒരെണ്ണം മാറ്റി വെച്ചു. 1 2 3 4 5 6 7 8 9 10 12 12 സാറേനാ ഒരു 30 സെക്കൻഡ്, ഒരു മാക്സിമം 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് എണ്ണി തീർക്കാൻ പറ്റും. ക്ലിയർ? ഇതുപോലെ നമുക്ക് ഡെൻസിറ്റി കുറവാണോ കൂടുതലാണോ എന്ന് അറിയണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഇവിടെ ഒരു ബലൂൺ ഉണ്ട്, ഇവിടെ ഒരു ബലൂൺ ഉണ്ട്.
ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം അറിഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന്റെ ഡെൻസിറ്റി അറിയാൻ പറ്റുള്ളൂ. കിട്ടിയോ? ഇവിടെ എന്തോരം പാർട്ടികൾ ഉണ്ടെന്ന് അറിയാൻ ഇവിടെ എത്ര എണ്ണം. അപ്പൊ ആ എണ്ണം അനുസരിച്ച് നമുക്ക് അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഒരെണ്ണത്തിന്റെ വെയിറ്റ് എനിക്ക് അറിയാമെങ്കിൽ ഇവിടെ 10 ഉണ്ടെങ്കിൽ 10 ഇൻറ്റു ആ വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ 100 ഉണ്ടെങ്കിൽ 100 ഇൻറ്റു ആ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമുക്ക് അവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയണം. അതായത് കൗണ്ട് അറിയണം. കൗണ്ട്. ഓക്കെ. ആ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം എന്ന് പറഞ്ഞ പോലെ കെമിസ്ട്രിയില് ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിന്റെ പേരാണ് മക്കളെ മോൾ. MOLE ആണ്, പക്ഷെ യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ MOL. ഓക്കെ, മോൾ. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23. ഇത്ര എണ്ണമാണ്. അത് ആറ്റം ആകാം, മോളിക്യൂൾസ് ആവാം, എന്തും ആവാം. അപ്പൊ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ത്രൂ ഔട്ട് ഈ ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു നമ്പറാണ്. അമീദോ അവഗാഡോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് ഡിറൈവ് ചെയ്ത്. അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം നമ്മൾ ഈ നമ്പറിനെ അവഗാഡോ നമ്പർ എന്നാണ് വിളിക്കുന്നത്. അവഗാഡ്രോ നമ്പർ. ചുരുക്കി സാറ് നമുക്ക് എങ്ങനെ എഴുതാം? NA എന്ന് പറയും. അപ്പൊ NA ആണ് എന്ത്? ഈ പറയുന്ന അവഗാഡോ നമ്പർ ആണ് എന്ത്? നമ്മുടെ യൂണിറ്റ് മോൾ. അപ്പൊ സാറ് ഒരു മോള് എണ്ണി തരാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര എണ്ണം എണ്ണണം. ഞാൻ പറയാം നിങ്ങളുടെ വളം എണ്ണി തരണം, പക്ഷെ ഒരു മോള് വേണം. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര എണ്ണം എണ്ണും? 12 എണ്ണം. ഓക്കെ, ക്ലിയർ ആണോ? വളരെ ക്ലിയർ ആക്കണം. ഒരു മോള് തരാൻ പറയും സാർ. ഒരു മോള് തരൂ മോളെ, ഒരു മോള് താ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര എണ്ണം എണ്ണി തരണം. അപ്പൊ ഈ ഒരു സംഖ്യയുടെ വലിപ്പം നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ, നിങ്ങളിപ്പോ ഇമാജിൻ ചെയ്യാത്ത അത്തരം വലിപ്പം ഈ സംഖ്യക്ക് ഉണ്ട്. അത് ഞാനിപ്പോ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മളെല്ലാവരും ഞെട്ടുന്ന ഒരു നമ്പറാണ്. ഇത് എത്രയാണെന്ന് നമുക്ക് അറിയണ്ടേ? അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആവും. ഓക്കെ, നമുക്ക് നോക്കാട്ടാ. അപ്പൊ സാർ ഒരു സിനാരിയോ പറയണേ. ജസ്റ്റ് ഇമാജിൻ. അപ്പൊ നമ്മള് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ സയൻസ് പഠിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? ബുദ്ധിയല്ല കേട്ടോ മക്കളെ. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ബുദ്ധിയല്ല വേണ്ടത്, ഇമാജിനേഷൻ കേട്ടാ. അതായത് എന്ത് പറഞ്ഞാലും അത് ഇമാജിൻ ചെയ്യാൻ പറ്റണം, നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റണം. അപ്പൊ നമുക്ക് നോക്കാം. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഹലോ മോനെ, വിഷമിക്കണ്ട, കെമിസ്ട്രി എക്സാമിന് ഫുൾ മാർക്ക് തരാം. എന്നിട്ട് പറയാണ്, നിനക്ക് ഞാനൊരു വരം തരാം, എന്നാ ഒരു കൊട്ട. ഓക്കെ. അപ്പൊ ആ കൊട്ടയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു മുട്ടയുണ്ട്. കൊട്ടയിൽ ഒരു മുട്ട. ഓക്കെ, കൊട്ടയിൽ ഒരു മുട്ട. ഇതാണ് കൊട്ട, നല്ലൊരു മുട്ട. കണ്ടോ? അപ്പൊ നിങ്ങളോട് ദൈവം പറഞ്ഞു, നീ ഈ പരീക്ഷ തോറ്റാൽ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മുട്ട വിറ്റെങ്കിലും ജീവിക്കാം. കാരണം മുട്ടയൊക്കെ വലുതായ കോഴികളാവും, കോഴികൾ വന്ന് വിറ്റ് നല്ല കാശാവും. അപ്പൊ ഒരു മുട്ടയിലുള്ള ഒരു മുട്ട കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരു മുട്ട കൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പൊ ദൈവം പറഞ്ഞു, നീ അതൊന്നും എടുത്തേ പുറത്തേക്ക്. അപ്പൊ നിങ്ങൾ ആ പുറത്തേക്ക് ആ മുട്ട എടുത്തു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത മുട്ട വന്നു. അത് കൊള്ളാം, അത് അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് 10 എണ്ണം ഒന്ന് വിൽക്കണമെന്നുണ്ടെങ്കിൽ 10 മുട്ട എടുക്കാം, കൊണ്ടേ കടയിൽ കൊടുക്കാം, കാശാക്കാം. അടിപൊളി അല്ലേ? ഒന്നും ചീത്തായൊന്നും പോകില്ല. അപ്പോ ഇതേപോലെ ദൈവം ഈ ലോകത്തുള്ള എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവർക്കും കൊട്ട കൊടുത്ത എന്തായിരിക്കും അവസ്ഥ? എല്ലാവർക്കും മുട്ട കിട്ടിയ പിന്നെ മുട്ട അറിയുന്നതാണോ? അപ്പൊ അതും പരാജയപ്പെട്ടു അല്ലെ? സോ ഇമാജിൻ എ സിറ്റുവേഷൻ. ഈ ലോകത്തുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 800 കോടി ജനങ്ങളുണ്ട്. 800 കോടി ജനം. ഓക്കെ, ഈ 800 കോടി ജനങ്ങളുടെ കയ്യിലും ദൈവം ഇതുപോലെ ഒരു കൊട്ട കൊടുക്കും. എന്നിട്ട് അവർക്ക് പറയണേ, നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വിശക്കില്ല, നിങ്ങൾക്ക് ഇനി ഒരിക്കലും വിശക്കൂല, ദാഹിക്കൂല. നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് 1 മോൾ എഗ്ഗ് എണ്ണിത്തരണം. അപ്പൊ എല്ലാവർക്കും സ്വർഗം തരും. അതായത് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടുകൂടി ദൈവം പറയാണ്, നിങ്ങൾ ആ കൊട്ടയിൽ നിന്ന് മുട്ട എടുത്ത് എണ്ണണം. ഒരാൾ ഒരെണ്ണം വെച്ച് എണ്ണി, അതൊരു സെക്കൻഡിൽ ഒരെണ്ണം. 1, 2, 3. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി എണ്ണി എന്ത് തരണം? 1 മോൾ എഗ്ഗ് എനിക്ക് തരണം. എന്നാൽ അപ്പൊ തന്നെ എല്ലാവരും ഞാൻ എന്ത് ചെയ്യാം? സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഇത് കേട്ട പണി കേൾക്കാത്ത മതി. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരും അപ്പനും അമ്മ എല്ലാവരും എന്ത് ചെയ്യും? എണ്ണി തുടങ്ങണം. അപ്പൊ കൊട്ടയിൽ വെച്ചിട്ട് 1, 2, 3. അപ്പൊ രാത്രിയായി, പിറ്റേ ദിവസം, അതിന്റെ പിറ്റേ ദിവസം, അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കണം. മാസങ്ങളായി, വർഷങ്ങളായി. അങ്ങനെ എത്ര നാളുകൊണ്ട് ഈ ലോകത്തുള്ള 800 കോടി ജനങ്ങൾ എല്ലാവരും ചേർന്ന് ഈ മുട്ട 1 മോൾ എണ്ണിട്ട്. അതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് ഗസ് ചെയ്യാറുണ്ട് എത്ര വർഷം കൊണ്ട് എണ്ണിത്തെടുക്കാൻ പറ്റും? ഒരു ചെറിയൊരു കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ 1 സെക്കൻഡ് 800 കോടി ജനങ്ങൾ എണ്ണിയല്ലോ, ഒരെണ്ണം എണ്ണിയല്ലോ. അപ്പൊ 800 കോടി ആയിട്ടാ. ഒന്ന് ആലോചിക്കേ, ഒറ്റ സെക്കൻഡ് കൊണ്ട് 800 കോടി മുട്ട എണ്ണി. 800 കോടി മുട്ട എണ്ണി. മനസ്സിലായോ?
അപ്പൊ നമ്മുടെ ഒരു മോൾ എത്ര മുട്ട ഉണ്ടാവും നമുക്ക് നോക്കണം ആദ്യം തന്നെ. നോക്കി സാർ എന്തിനാണ് സാർ ഇത് പറയുന്നത്? ഇത് പഠനത്തിനുമായി ബന്ധപ്പെട്ട അതെ നമുക്ക് മനസ്സിലാക്കണം. 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുമ്പോൾ 6022. പിന്നെ എന്ത് ചെയ്യണം? എന്താണ് 10 പൂജ്യം ഇടണം. സോറി, 1 2 3 4 5 6 7 8 9 10 11. അപ്പോ ഇത്രയും വലിയൊരു സംഖ്യ, ഇത്രയും മുട്ട, ഇത്രയും എഗ്ഗ് നിങ്ങൾ എന്ത് ചെയ്യണം? എണ്ണണം മക്കളെ, ഇത്രയും എഗ്ഗ് എണ്ണണം. അപ്പൊ ലോകത്തുള്ള എല്ലാ ജനങ്ങളും കൂടി 800 കോടി ജനങ്ങള് എണ്ണിനെയായി. അപ്പൊ ഒരു സെക്കൻഡില് നിങ്ങൾക്ക് എത്ര എണ്ണാൻ പറ്റും? 800 കോടി മുട്ട എണ്ണാൻ പറ്റും കേട്ടാ. ഇത് കോടിയേക്കാൾ കൂടുതലുണ്ട് കേട്ടാ. 800 കോടി മുട്ട നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ എണ്ണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ എത്ര സെക്കൻഡ് വേണം? സിമ്പിൾ അല്ലേ? ഈ സംഖ്യനെ നിങ്ങൾ 800 കോടി കൊണ്ട് ഹരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹരിച്ചു വരുമ്പോൾ 75 ട്രില്യൺസ് വരും. 75 ട്രില്യൺസ് അത്രയും സെക്കൻഡ് വരും. ഓക്കെ, 75 ട്രില്യൺസ് നമ്മൾ സെക്കൻഡാണ് നമുക്ക് ഇപ്പൊ കിട്ടിയേക്കണത്. നമുക്ക് ഒരു വർഷം എത്ര സെക്കൻഡ് ഉണ്ടെന്ന് അറിയണം. അതിന് നമുക്ക് എന്താ പറയാ മതി? 60 സെക്കൻഡ് ഇൻറ്റു 60 മിനിറ്റ് ഇൻറ്റു 24 മണിക്കൂർ ഇൻറ്റു 365 ദിവസം. ഇത്രയും ചെയ്താൽ ഒരു വർഷത്തെ സെക്കൻഡുകളുടെ എണ്ണം ഞാനിപ്പോ പറഞ്ഞുതരാം കേട്ടോ. 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി 3 കോടി 15,36,000 സെക്കൻഡാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു വർഷത്തെ സെക്കൻഡാണ് കേട്ടോ. ഒന്നുകൂടി സാറ് പറയാം. ഇത്രയും എഗ്ഗ് ഉണ്ട്. 800 കോടി ജനങ്ങൾ ഒരു സെക്കൻഡിൽ 800 കോടി ആണെങ്കിൽ അപ്പൊ ഇത് ഡിവൈഡ് ബൈ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 75 ട്രില്യൺ സെക്കൻഡ് വേണം ഇത്ര എണ്ണി തീർക്കാൻ. ഓക്കെ, അതിനകത്ത് ഒരു വർഷത്തെ സെക്കൻഡുകൾ ഇത്രയുണ്ട്. അപ്പൊ ഇത് വെച്ച് ഹരിച്ചാൽ, അതായത് ഇത് 75 ലക്ഷം കോടിയാണ് കേട്ടാ. ട്രില്യൺസ് പറഞ്ഞാൽ 75 ലക്ഷം കോടിനെ ഇത് വെച്ച് ഹരിച്ചാൽ നിങ്ങൾക്ക് ഇയർ കിട്ടും. അതായത് എത്ര വർഷം കൊണ്ട് ഈ ഒരു മോള് മുട്ട നമ്മൾ എണ്ണി തീർക്കും. നമ്മളാരും ചാവുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സോ ദ ഇയർ ഈസ് 24 lakh ഇയർ. 24 ലക്ഷം വർഷം വേണം. ആലോചിച്ചു, നമ്മൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കില്ല. അപ്പോഴാണ് 100 1000 10,000 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം 24 ലക്ഷം 3 ലക്ഷം ആയിട്ടുള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് തന്നെ. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായ അത്രയും കാലം, അതായത് ഈ മനുഷ്യൻ ജനിച്ചത് മുതൽ ഇവിടം വരെയുള്ള കാലഘട്ടം ഒരു 8 തവണ പോയി വരണം. അത്രയും സമയം എടുത്താല് ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും എണ്ണിയാല് ഒരു മോള് എഗ്ഗ് എണ്ണി തീരുള്ളൂ. മനസ്സിലായോ? അത്രയും വലിയൊരു സംഖ്യയാണ് നമ്മുടെ ഈ അവഗാഡോ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ചുമ്മാ മോളെ പറഞ്ഞങ്ങനെ ചെറുതാക്കൊന്നും വേണ്ട. നമ്മൾ എനിക്കൊരു മോള് സാധനം മതി, എനിക്കൊരു മോള് ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ മൂടാനുള്ള ഡ്രസ്സ് ഉണ്ടാവും. മനസ്സിലായോ? എനിക്ക് ഒരു മോള് മുട്ട മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുട്ട വെച്ച് ഭൂമിനെ വേണമെങ്കിൽ മൂടാം. അത്രയും വലിയൊരു നമ്പർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പോ ഹൈഡ്രജൻ ഒരു മോൾ എടുത്ത് ഉപയോഗിക്കും, പക്ഷെ വെറും 1.008 ഗ്രാം ഉണ്ടാവുള്ളൂ. അതായത് ഓക്സിജൻ ഓക്സിജൻ ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ വെറും 16 ഗ്രാം ഉണ്ടാവുള്ളൂ. ഓക്സിജൻ ആറ്റം കേട്ടോ. മോളിക്കുള്ളാണെങ്കിൽ 32 ഗ്രാം. നമുക്ക് പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് മോൾ കൺസെപ്റ്റ്. സോ ഇപ്പൊ എന്താണ് മക്കളെ മോള്? കെമിസ്ട്രിയിൽ നമ്മൾ ഈ മോളിക്യൂൾസിന്, ചെറിയ പാർട്ടിക്കലിന്, ടൈനി പാർട്ടിക്കലിനെ എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്? മോള്. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. അപ്പൊ ചുരുക്കി നമ്മൾ എങ്ങനെ പറയും? നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഇത് പഠിച്ചിരിക്കും. എന്താണ്? അവഗാഡോ നമ്പർ ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23. അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, 1 മോൾ ഓഫ് ആറ്റം വരാം, മോളിക്യൂൾ വരാം. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അതാണ് നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ. ഓക്കെ, യെസ്. അപ്പോ മോൾ കൺസെപ്റ്റ് ക്ലിയർ ആയി, ചാപ്റ്ററിന്റെ ഹെഡിങ് ക്ലിയർ ആയി. ഒന്നും കൂടി ചാപ്റ്റർ ഹെഡിങ് പറയാം. എന്താണ്? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പൊ അതിനകത്ത് ഗ്യാസ് മനസ്സിലായി, മോള് മനസ്സിലായി, മോൾ കൺസെപ്റ്റ് മനസ്സിലായി. ഓക്കെ, അപ്പൊ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി, എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഗ്യാസ് ലോസിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട നമ്മുടെ ചുറ്റുമുള്ള ഗ്യാസുകൾ, അതായത് ഏകദേശം ഒരു 11 ഗ്യാസുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ 11 ഗ്യാസ് നമുക്ക് ഗ്യാസ് ആയിട്ട് തന്നെ സാധാരണ ടെമ്പറേച്ചറിൽ കാണാം. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 11 ഗ്യാസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയക്കാരനായിട്ടുള്ള ഹൈഡ്രജൻ ആണ് ഒരാൾ. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അറിയാം നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ഫ്ലൂറിന്റെ താഴെ വരുന്ന ക്ലോറിൻ ഉണ്ട്. പീരിയോഡിക് ടേബിളിന്റെ ഒരു ഓർഡറിലാണ് സാർ എഴുതുന്നത്. ഓക്കെ, 4. യെസ്,
പിന്നെ വരുന്നത് ഈ 18ാമത് ഗ്രൂപ്പിൽ എല്ലാവരും. അപ്പൊ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച കുട്ടികൾക്ക് അറിയാം ഇവിടെ വരുന്നത് ഹീലിയം, എന്താണ് നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ, എന്താണ് റെനോൺ. ഇപ്പൊ എത്രണ്ണായി? 11 ആയോ നോക്കി. 1 2 3 4 5 6 7 8 9 10. അങ്ങനൊന്നും ആയില്ലല്ലോ. എന്താ മിസ്സിങ്? 1 2 3 4 5 6 ആറിനോടൊന്നുമില്ലേ? 1 2 ഹീലിയം, നിയോൺ, ആർഗൺ എഴുതിയില്ല, സോറി, ആർഗൺ. ഓക്കെ, 11. അപ്പൊ നോബിൾ ഗ്യാസസും 6 അതുകൂടാതെ നമുക്ക് ചുറ്റും കാണുന്ന ക്ലോറിൻ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, ഇത്രയും സാധനങ്ങൾ കേട്ടോ. നോബിൾ ഗ്യാസ് ആരൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെനോൺ. ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഈ 11 നല്ല വളരെ ബ്യൂട്ടിഫുൾ നമ്പർ, എനിക്ക് ഇഷ്ടമുള്ള നമ്പർ. പലപ്പോഴും ലൈവ് ഇടുന്നത് 11 ഓക്കെ. 11 എന്താണ് ഭയങ്കര യൂണിവേഴ്സൽ നമ്പർ, എനിക്ക് ഇഷ്ടമുള്ള നമ്പറാണ്. 11 പേരാണ് നമുക്ക് ചുറ്റും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടേക്ക് കാണാൻ പറ്റും. നിങ്ങൾ എയർ നോക്കിയൊക്കെ ഉള്ളിൽ നൈട്രജൻ ആണ്. അപ്പൊ ഇതിനകത്ത് വളരെ വൈറ്റലായിട്ട് നമുക്ക് ഈ അത്യാവശ്യമായിട്ട് വേണ്ട ആളാണ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ഒരു 3 മിനിറ്റ് നിങ്ങൾ തട്ടിപ്പോകും. അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ കേട്ടാ. വെള്ളത്തിനടിയിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് പോവില്ല. അപ്പൊ ഓക്സിജൻ വേണം. അപ്പൊ മീനുകൾക്ക് എന്താണ്? ഓക്സിജൻ വേണം അല്ലെ? നമ്മൾ കണ്ടാണ്, വീഡിയോയിൽ കണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് ചുറ്റുമുള്ള ഗ്യാസ് മോളിക്യൂൾസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി ഇവരിൽ പലരും, നമുക്ക് ചുറ്റുമുള്ള എലമെന്റ്സിൽ പലരും കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും അല്ലെ? ഇപ്പൊ സോഡിയം ക്ലോറിനുമായിട്ട് ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പൊ അത് ഗ്യാസ് സ്റ്റേറ്റിലാണോ ക്ലോറിനെ കാണാം? അല്ല, അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ സോളിഡ് സ്റ്റേറ്റിൽ കാണുന്ന ഒരാളാണെന്ത്? സോഡിയം ക്ലോറൈഡ്, ഉപ്പ്. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പ് എടുത്ത് നോക്കുക. പൊടിഞ്ഞുപ്പല്ല സർഫേസ്, കല്ലുപ്പ്, രണ്ടും സോളിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ കാണുന്ന മറ്റൊരു സാധനമാണ് അമോണിയം ക്ലോറൈഡ്, NH4Cl. സോളിഡ് സ്റ്റേറ്റിൽ കാണുന്നതൊന്നും സെപ്പറേറ്റ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കില്ല. സോളിഡ് സ്റ്റേറ്റ് കുറച്ച് കോമ്പൗണ്ട് വന്നിട്ട് സോളിഡ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ സോളിഡ് സ്റ്റേറ്റിൽ ഒരാളെ NaCl പഠിച്ചു നോക്കുക, സോഡിയം ക്ലോറൈഡ് കേട്ടാ, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, യെസ്. അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമോണിയം, NH4Cl, അമോണിയം ക്ലോറൈഡ്, ഈ സോഡിയം ക്ലോറൈഡ് നിങ്ങൾക്ക് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ തല കറങ്ങിയ ആള് നേരെ ഹോസ്പിറ്റലിൽ ചെന്നൊരു സാധനം കുത്തി നോക്കൂലേ? അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഗ്ലൂക്കോസ് സോഡിയം വെച്ച് കലക്കി കുടിക്കും. ചിലര് കലക്കി കുടിക്കാനുള്ള ഇഷ്ടം, എനിക്ക് കയ്യിലെടുത്തിട്ട് നക്കിത്തിനാണ് ഇഷ്ടം. ആ സാധനമുണ്ട് ഗ്ലൂക്കോസ്. അതും എന്താണ്? ഗ്ലൂക്കോസിന്റെ ഇക്വേഷൻ എന്താ? C6H12O6. നിങ്ങൾ അതിനോളൊക്കെ ഉണ്ടാക്കിയ സമയത്ത് പഠിച്ചിട്ടാണ് ഗ്ലൂക്കോസ് പ്രാക്ടീസ് അല്ലേ? അപ്പൊ ഗ്ലൂക്കോസ്, ഈ 3 പേര് നമ്മൾ കണ്ണോട് കാണാൻ പറ്റും, കൈകൊണ്ട് എടുക്കാൻ പറ്റും. ഇതെന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. എന്ത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ. എന്ത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് എന്താണെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറിയ ക്ലാസ് കൊണ്ട് പഠിക്കുന്നത്. പാട്ടുകളെല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ സോളിഡ് സ്റ്റേറ്റ് കിട്ടിയല്ലോ. ഇനി ഒരു എക്സാമ്പിൾ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് നൈട്രിക് ആസിഡ്, HNO3. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസിഡാണ് നൈട്രിക് ആസിഡ്. ഇതൊരു കോമ്പൗണ്ട് ആണ്. ഇനി അതിന് ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഗ്യാസ് കണ്ടെങ്കിലും ഗ്യാസ് ഇതുമായിട്ട് മറ്റുള്ളവരായിട്ട് ചേരുമ്പോൾ വേറെ കോമ്പൗണ്ടുകളായി കണ്ടോ. ഇതിനകത്ത് ഹൈഡ്രജൻ, ഓക്സിജൻ ഗ്യാസ് ആണ്, പക്ഷെ ഇവിടെ വരുമ്പോൾ ഗ്ലൂക്കോസ് ഗ്യാസ് അല്ല അല്ലെ? ഇത് വളരെ H2O, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്. പക്ഷെ H2O എന്താണ്? വാട്ടർ ആണ് അല്ലെ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? 2 ഗ്യാസ് വാട്ടർ ഉണ്ടായിരിക്കാം. അപ്പൊ അതുപോലെ ഇവിടെ ഹൈഡ്രജൻ 3 പേരും ഗ്യാസ് ആണ് ഒറ്റക്കൊറ്റക്ക് നോക്കുമ്പോൾ. പക്ഷെ ഉണ്ടായിരിക്കുന്ന ആളെന്തല്ല? ഗ്യാസും അല്ല, സോളിഡും അല്ല. നൈട്രിക് ആസിഡ് ലിക്വിഡ് ആണ്. ഇതെന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ്. ക്ലിയർ? അപ്പൊ നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അത് ഗ്യാസ് സ്റ്റേറ്റിൽ കാണുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതിനകത്ത് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ കണ്ട 11 പേര്, ആ 11 പേര് നമ്മൾ കാണപ്പെടുന്നത് 20 ഡിഗ്രി ടു 25 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഈ 11 ഗ്യാസസിനെ നമുക്ക് കാണാം. ഇനി ഈ പറയുന്ന ഗ്യാസുകളൊക്കെ ചേർന്ന് കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ അത് എപ്പോഴും ഗ്യാസ് ആയിട്ട് തന്നെ കാണണം നിർബന്ധമില്ല. ഓക്കെ, അതിനത് സോളിഡ് സ്റ്റേറ്റിൽ കാണുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, NaCl, NH4Cl, അമോണിയം ക്ലോറൈഡ്. ഈ അമോണിയം ക്ലോറൈഡിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട് മക്കളെ, അതൊന്ന് പഠിച്ചു നോക്കുക. സബ്ലിമേഷൻ എന്ന് പറയും.
സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ അമോണിയം ക്ലോറൈഡ് എടുത്തു വിചാരിക്കും. നല്ല ക്രിസ്റ്റൽ ആയിട്ടുള്ള സാധനമാണ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, ഇത് ചൂടാക്കി. സാധാരണ നമ്മൾ ഒരു ഖരപദാർത്ഥം ചൂടാക്കി അത് ലിക്വിഡ് ആവണ്ടേ? ഇത് ലിക്വിഡ് ആവില്ല, നേരിട്ട് എന്തായിട്ട് പോകും? ഗ്യാസ് ആയിട്ട് പോകും. മനസ്സിലായോ? അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉദാഹരണം കർപ്പൂരം. നിങ്ങളുടെ വീട്ടിൽ കർപ്പൂരം നല്ല അല്ലെ, നല്ല സോൾട്ട് ആയിട്ടാണ് നമ്മളെടുത്ത് കത്തിച്ചു. കത്തിച്ച് കഴിയുമ്പോൾ ഈ കർപ്പൂരം എന്ത് ചെയ്യുന്നു? ഗ്യാസ് ആയിട്ട് പോകും, ലിക്വിഡ് ആവില്ല. അതായത് സോളിഡ്. സാധാരണ ഐസ് എടുത്ത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെള്ളമായിട്ടല്ലേ ഗ്യാസ് ആവണത്. പക്ഷെ അങ്ങനെ ആവില്ല, നേരിട്ട് ഗ്യാസ്. ഞങ്ങൾക്ക് വെള്ളമൊന്നും ആവണ്ടേ, അങ്ങനെ ഇത്തിരി കൂടിയാണോ നേരെ ഗ്യാസ് ആയി പോകുന്ന ആൾക്കാരാണ് എന്ത്? സബ്ലിമേഷൻ. അപ്പൊ അമോണിയം ക്ലോറൈഡ് അങ്ങനെയാണ് കേട്ടോ, ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? യെസ്. അപ്പോ 3 സ്റ്റേറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഗ്യാസ് സ്റ്റേറ്റിലുള്ള വസ്തുക്കള് കോമ്പൗണ്ടുകളായിട്ട് മാറുമ്പോൾ അവർ 3 സ്റ്റേറ്റിൽ കാണപ്പെടാം. ശരിയല്ലേ? അപ്പോ നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ 3 സ്റ്റേറ്റിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ആ സ്റ്റേറ്റ് ഒക്കെ എന്താണ്, അതിനകത്ത് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ, അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ അതിനകത്തേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പൊ മക്കളെ, ഗ്യാസസ് ഹൗസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗ്യാസിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് ഒന്ന് അറിയണം. നോക്കിക്കോളൂ കേട്ടോ. ഗ്യാസിന് മാത്രം ചില എന്താണ് പ്രത്യേകതകൾ ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഗ്യാസിന്റെ ഒരു പിക്ചർ സാർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ചെറുപ്പം മുതൽ വരച്ച് കാണുന്ന ഒരു ഇതാണ്. ഇത് ലിക്വിഡിന്റെ ഒരു പിക്ചറും ഇങ്ങനെ വരച്ചു വിചാരിക്കുക. ഇത് സോളിഡ്. ഓക്കെ, ദിസ് ഇസ് സോളിഡ്. ഇത് ലിക്വിഡ്. ഇതെന്താണ്? ഗ്യാസ്. നമ്മൾ പടം വരയ്ക്കുമ്പോൾ സോളിഡിൽ നമ്മൾ വളരെ അടുത്തടുത്താണ് വരയ്ക്കുക. കണ്ടോ? കണ്ടോ? ഇങ്ങനെ അടുത്തടുത്താണ്. ഓക്കെ, കണ്ടോ? ലിക്വിഡ് വരുമ്പോ കുറച്ചും കൂടി അകലും. കണ്ടോ? കുറച്ചും കൂടി അകത്തി നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. നോക്കി, ഇതാണ് ലിക്വിഡ് അല്ലേ? യെസ്. അപ്പൊ ഈ സോളിഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ബെഞ്ചിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാന്നല്ലാതെ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടാനും പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫുട്ബോൾ കളി ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? അല്ലെ? ഫുട്ബോൾ കളിക്കുന്നവരാണ്. ഞാൻ കളിക്കാറില്ല, എനിക്ക് അറിയത്തില്ല അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. എന്തെങ്കിലും പറയണം, തെറ്റുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിന് ചുറ്റും നമുക്ക് സീറ്റ് ഉണ്ടാവും ഇരിക്കാനായിട്ട്. ഫുട്ബോൾ കളി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സീറ്റ് എല്ലാം ഫീൽഡ് ആയിരിക്കും അല്ലെ? അപ്പൊ ഭയങ്കര ആവേശമായിരിക്കും. അപ്പൊ ആ സീറ്റിലെല്ലാം എല്ലാവരും വന്ന് ഇരിക്കുകയാണ്. അപ്പൊ അവർക്ക് അവിടെ അപ്പർ സീറ്റിലൂടെ അതിന്റെ മേലേക്ക് ഒന്നും ഓടാനൊന്നും പറ്റില്ല. നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഹൗസ്ഫുൾ ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ഹൗസ്ഫുൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിയൊക്കെ ഇരിക്കാം. പക്ഷെ ഹൗസ്ഫുൾ ആണെന്ന് വിചാരിക്കുക. ആ ഒരു അവസ്ഥയാണ് എന്ത്? ഈ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വേറെ എങ്ങോട്ടും പോകാൻ കഴിയില്ല. മനസ്സിലായോ? ക്ലിയർ? യെസ്. എന്നാൽ ലിക്വിഡ് സ്റ്റേറ്റ് അങ്ങനെയല്ല. കുറച്ചും കൂടി എന്താണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് ഇങ്ങനെ മൂവ് ചെയ്യാം. മുകളിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം, താഴേക്ക് മൂവ് ചെയ്യാം. പക്ഷെ വേറെ പ്രത്യേക ഒരു ലിമിറ്റേഷൻ ഉള്ളത്, ഈ ഒരു സർഫസ് കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ കിടന്നുള്ള ഈ വട്ടത്ത് കിടന്നുള്ള കളികൾ മാത്രമേ ആർക്കുള്ളൂ, ലിക്വിഡിനുള്ളൂ. മനസ്സിലായി? ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര ഭീകരന്മാരായിരിക്കും വീട്ടിലൊക്കെ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ ഭയങ്കര ഒച്ചയൊക്കെ ആയിരിക്കും. പക്ഷെ സ്കൂളിലൊക്കെ ഭയങ്കര മര്യാദ പഠിപ്പിച്ചൊക്കെ ആയിരിക്കും. പക്ഷെ യഥാർത്ഥ സ്വഭാവം ആർക്ക് മാത്രമേ അറിയുള്ളൂ? അമ്മയ്ക്കപ്പനും അല്ലെങ്കിൽ ആങ്ങളയ്ക്ക് അല്ലെങ്കിൽ പെങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. പക്ഷെ ഇവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സർഫസ് വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. അതായത് വീട് ഒരിക്കലും ഇവിടെ വന്ന് നമ്മൾ മുട്ടൂല. അങ്ങനത്തെ പ്രത്യേക സാഹചര്യങ്ങൾ ബാഷ്പീകരിച്ച് മുട്ടും, അത് വേറെ കേസ്. ലിക്വിഡ് ആയിരിക്കുന്ന സ്റ്റേറ്റിൽ ഇവർക്ക് എന്ത് ചെയ്യില്ല, വേറെ ഒരു മോഷൻ മോഡിലേക്ക് പോകാനായിട്ട് പറ്റൂല. അപ്പൊ ഈ ഒരു അവസരത്തിലാണ് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഗ്യാസ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഗ്യാസിനെ നമുക്ക് ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് വിചാരിക്കുന്നത്. ഇതിനകത്ത് കളിക്കുന്ന ചെറിയ ചെറിയ കളിക്കാരാണെന്ത്? നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗോൾ അടിക്കുന്ന സ്ഥലം, ഇത് അടുത്ത ഗോൾ അടിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഓരോ കുത്തിട്ടുണ്ട് സാർ. ഇതാണ് കളിക്കാർ. ഇങ്ങനെ നേരെ നേരെയായിട്ടൊന്നും കളിക്കണം, തോന്നിയ സ്ഥലത്തായിരിക്കില്ലേ അല്ലേ? കളി തുടങ്ങി കഴിഞ്ഞായിരിക്കും. അപ്പൊ കളിക്കാർ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഈ കളിക്കാരുടെ ഓട്ടത്തിന് നമുക്ക് ഒരു 3 തരത്തിൽ നമുക്കൊന്ന് പറയാം. ഒന്ന് കളിക്കാർ ഇങ്ങനെ ഇത് കണ്ടാ വൈബ്രേഷൻ. എന്താണത്? വൈബ്രേഷൻ. ഓക്കെ, വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നു. മനസ്സിലായോ? നമ്മൾ ഈ ഷട്ടിൽ കളിക്കാൻ ഷട്ടിൽ കളിക്കാൻ അന്ന പോലെ വൈബ്രേഷൻ.
അതിവിടെ ഈ കളിക്കാർക്ക് ഉണ്ട് അല്ലെ. ഫ്രണ്ടിൽ ഒരാൾ ഇങ്ങനെ തട്ടി കളിക്കുമ്പോ അവനോട് പന്ത് ഇവിടെ കിട്ടണേ ഇവിടെ കിട്ടണേ എന്ന് പറയും, ഇങ്ങനെ 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 കളിക്കും. അതാണ് വൈബ്രേഷൻ. അത് ഇവിടെ ഉണ്ട്, അത് സോളിഡ് സ്റ്റേറ്റിലുണ്ട് അല്ലെ. അവിടെ കാണികളിൽ ഇരുന്നിട്ട് ഓ ആ അടിക്ക് അടിക്ക് ഇങ്ങനെ അടിക്കും അല്ലെ. അപ്പൊ കാണികളിലും ഉണ്ട്, അത് ലിക്വിഡ് സ്റ്റേറ്റിലും ഉണ്ട്. മനസ്സിലായ? ലിക്വിഡ് സ്റ്റേറ്റിലും എന്തുണ്ട്? വൈബ്രേഷൻ ഉണ്ട്. ഓക്കെ, കിട്ടിയല്ലോ വൈബ്രേഷൻ. ഇനി അടുത്തത് പറയാം. അടുത്തത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാം. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, ഇങ്ങനെ വരാം, മുകളിലേക്ക് പോവാ, താഴേക്ക് പോവാ അല്ലെ. മനസ്സിലായോ? അതായത് റൈറ്റിലേക്ക് പോവാ, ലെഫ്റ്റിലേക്ക് പോവാ, മുകളിലേക്ക് പോവാ, താഴേക്ക് പോവാ. ഓക്കെ, അത് ഇയാൾക്ക് പറ്റൂല. നോ നോ, ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും, ഇങ്ങനെ പോകാൻ പറ്റും, ഇങ്ങനെ പോകാൻ പറ്റും, ഇങ്ങനെ പോകാൻ പറ്റും, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. സർഫസ് വരെ ഇതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. നോ 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 നോ. ബട്ട് ഇവിടെയോ? ഇവിടെ നോക്കൂ, ഒരാൾ പന്ത് കൊണ്ട് പോവുകയാണ്, അപ്പൊ നമ്മൾ അയാളെ പുറകെ വീണം, പന്ത് അങ്ങോട്ട് തട്ടി, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി, പന്ത് ഇങ്ങോട്ട് തട്ടി, നമ്മൾ ഇങ്ങോട്ട് പോയി, പന്ത് അങ്ങോട്ട് തട്ടി, നമ്മൾ അങ്ങോട്ട് പോയി അല്ലെ. അപ്പൊ ഒരു ഫുട്ബോൾ കളിക്കാരുടെ ഓർഡർ പോലെയാണ് ആര് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഗ്യാസ് മോളിക്യൂൾസ്. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് എന്താണ്? ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇവിടെ എത്തി കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു. പന്ത് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ടൊക്കെ പോകും, ഡിഫറെന്റ് ഡയറക്ഷൻ. കേട്ടോ, കിട്ടിയല്ലോ, കിട്ടി. ഇനി ഒരു ഗോൾ അടിച്ചു കയറി, ഒരു ഗോൾ അടിച്ചു, ഗോൾ അടിച്ചിട്ട് ഇയാളെ കറങ്ങി വിടുന്നിട്ട് ഇവിടെ കിടന്നതിന് വട്ടം കറങ്ങും. അപ്പൊ എല്ലാരും ഇങ്ങനെ പുതിയും അല്ലെ, വട്ടം കറങ്ങി, റൊട്ടേഷൻ. അതെങ്ങനെയാണ്? ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഒറ്റ കറങ്ങി കളറാണ്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇങ്ങനെ കറങ്ങി. അപ്പൊ ഇത് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റ് ചെയ്യാൻ നിൽക്കുക. അപ്പോ ബോൾ അയാൾ എറിഞ്ഞു, നല്ല സ്പീഡിലാണ് ബോൾ വരുന്നത്. നമ്മള് ക്രിക്കറ്റുകാർ കണ്ടവർക്ക് അറിയാം, സ്ക്രീനിൽ ഇപ്പൊ ഔട്ടായി വരും, സ്ലോ മോഷനിൽ കാണിക്കുമ്പോൾ ബോൾ വലുത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് നല്ല ബോൾ, അങ്ങനെയല്ല ബോൾ വരുന്നത്. ബോൾ ഇങ്ങനെ കറങ്ങി 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 കറങ്ങിയാണ്, ബോൾ ഇങ്ങനെ കറങ്ങണ്ടേ, ബോൾ ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് നേരെ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഗ്യാസ് മോളിക്കൂൾ സഞ്ചരിക്കണമെന്ന് ആലോചിച്ച് നോക്കി. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്, എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു? അത് കറങ്ങുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ മോഷൻ അല്ലെ. നമ്മുടെ ഫുട്ബോൾ കളിക്കാരെ പോലെ വളരെ ചെറുതാണ്. ഈ ഫുട്ബോൾ കളി നിങ്ങൾ കാണുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ മുകളിൽ നിന്നാണ് നോക്കുക. ഹെലികോപ്റ്ററിൽ ഇങ്ങനെ വരിക, അപ്പൊ താഴെ ഫുട്ബോൾ കളിയാണ്. അപ്പൊ കുറെ കുഞ്ഞി മുട്ടകളെ ഈ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ഉറുമ്പുകളെ പോലെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും കണ്ട. അങ്ങനെ വളരെ ടൈനി ചെറിയ പാർട്ടികളാണ് ഈ പറഞ്ഞ ഗ്യാസ് മോളിക്കൂൾ എന്ന് പറയുന്നത്. അവരുടെ മോഷൻ എങ്ങനെയാണ്? അവര് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അവര് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അവര് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് റാൻഡം മോഷൻ, ചറപറ മോഷൻ. മനസ്സിലായോ? അപ്പൊ ആ ഒരു വാക്കാണ് നമ്മളോട് പ്രയോഗിക്കേണ്ടത് മക്കളെ. ആ വാക്ക് എന്താണ്? റാൻഡം. റാൻഡം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തേക്ക് എങ്ങനെ എപ്പോ വേണമെങ്കിലും പോവാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇങ്ങനെ പതുക്കെ പോയാൽ മതി. അയ്യോ അങ്ങനെയാണ്, അങ്ങനെയല്ല, നല്ല സ്പീഡ്, റാപ്പിഡ്. എവിടെ വന്നു? റാപ്പിഡ്. ആ വാക്കും കൂടി നമ്മൾ ഇവിടെ ചെയ്യണം, പഠിക്കണം. റാപ്പിഡ്. ഇപ്പൊ രണ്ട് വാക്ക് പഠിച്ചത് നിങ്ങൾക്ക് ഗ്യാസ് മോളിക്യൂൾസിന്റെ ഒരു സ്വഭാവം കിട്ടി. എന്താണ് രണ്ട് വാക്ക്? റാൻഡം മോഷൻ, റാപ്പിഡ് മോഷൻ. റാൻഡം മോഷൻ, റാപ്പിഡ് മോഷൻ. എന്താണ് റാൻഡം? എല്ലാ സ്ഥലത്തേക്കും മോഷൻ. റാപ്പിഡ് എന്താ? മനസ്സിലായി? ഭയങ്കര സ്പീഡിലാണ്, അതാണ് റാപ്പിഡ്. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്, റാപ്പിഡ് മോഷനിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങളുടെ സ്കൂളിൽ എന്താണ് ബെല്ലടിച്ച് വിടുമ്പോ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുമ്പോ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? കൂട്ടിയിടിക്കും, കൊള്ളീഷൻ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ 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 എന്താണ് ഓടുന്ന സമയത്ത് പരസ്പരം തന്നെ കൂട്ടിയിടിക്കും. കണ്ടല്ലേ? കൂട്ടിയിടിച്ച് വീണതൊക്കെ കൂട്ടിയിടിക്കും. ശരിയല്ലേ? കൂട്ടിയിടിക്കും, കൊള്ളീഷൻ. ഇവരുടെ പന്തുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അതായത് ഒരാളുടെ പന്ത് മറ്റൊരാളുടെ കാലിലേക്ക് ഇടിച്ചു, അയാൾ തിരിച്ചടിച്ചു. കണ്ടാ? ഇനി ഇവര് തമ്മിൽ കൂട്ടിയിടിക്കും. മനസ്സിലായോ? അപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്താണ് പന്ത് ഓടിച്ചോടിച്ച് വന്നിട്ട് അവസാനം ഈ ഗ്രൗണ്ടിന്റെ പുറത്തേക്കും പോകും, ഇവിടെ വന്നിടിക്കും അല്ലേ? ശരിയല്ലേ? ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പണ്ടൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന TV കാണുമ്പോഴാണ് അടിക്കുമ്പോ 4 അടിച്ച് കഴിയുമ്പോ ഇതിന്റെ പുറകെ ഓടി 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 പന്തെടുക്കാൻ നേരെ അങ്ങോട്ട് വരും അല്ലേ? അപ്പോ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് റാൻഡം മോഷൻ ആയതുകൊണ്ട് റാപ്പിഡ് മോഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അത് അവിടെ എവിടെയെങ്കിലും ചെയ്തിരിക്കും. അപ്പൊ അത് രണ്ടൂന്ന് സ്ഥലത്ത് ഇടിക്കാം. ഒന്ന് പരസ്പരം കൂട്ടിയിട്ട് കൊളീഷൻ. കൊളീഷൻ ഒരു വാക്ക് പഠിക്കേണ്ടത് എന്താണ് മക്കളെ? കൊളീഷൻ. കൊളീഷൻ. ഓക്കെ, പരസ്പരം കൂട്ടിയിടിക്കാം. ആൻഡ്
അത് എവിടെ ചെന്നിടിക്കാം? ഈ പറയുന്ന വാൾസിൽ, ഇതിന്റെ വാൾസിൽ വന്ന് എന്ത് ചെയ്യാം? ഇടിക്കാം. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പരസ്പരം കൂട്ടിയിടിക്കാം, ഇതിന്റെ വാൾസിൽ വന്ന് എന്ത് ചെയ്യാം? ഇടിക്കാം. ഇനി നമ്മള് പെനാൽറ്റി അങ്ങനെ സംഭവമില്ലേ, അത് ഡീറ്റെയിൽഡ് എനിക്ക് അറിയില്ല, എന്തോ പെനാൽറ്റിക്ക് കുറച്ചു പേർക്ക് ഇങ്ങനെ നിൽക്കും, കൂട്ടം കൂടി നിൽക്കും, മറ്റേ ഒരാളായിരിക്കും എന്ത് ചെയ്യാൻ പന്തടിക്കണം. അപ്പൊ ഇവരെല്ലാരും കൂടി എക്സ്ക്യൂസ് ചെയ്ത് നിൽക്കുക, കണ്ടോ ഫുട്ബോളിലെ ടീം. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകത ആർക്കുണ്ട്? ഗ്യാസ് മോളിക്യൂൾസിനുണ്ട്. നമുക്ക് പ്രഷർ കൊടുത്തിട്ട് ചുരുക്കി നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ചാക്കാം. അപ്പൊ അവര് ലിക്വിഡ് പോലെ ആവും. ഇതാണ് നിങ്ങൾ എന്താണ് നമ്മുടെ സിഗരറ്റ് ലാമ്പിനകത്ത് ഇങ്ങനെ തിരിക്കുമ്പോ വെള്ളം കാണില്ലേ, അന്ന് ഈ വെള്ളം ഒന്ന് എടുത്തു കളയാൻ പറഞ്ഞാൽ അത് ഊരിയാല മുഴുവൻ പോയിട്ടുണ്ടാവും. കാരണം എന്താ? അവിടെ ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ട് പ്രഷർ കൊടുത്തിട്ട് ലിക്വിഡ് രൂപത്തിലേക്ക് ആക്കിയത്. അതെങ്ങനെ ലിക്വിഡ് രൂപത്തിലേക്കായി? മക്കളെ, ഇവിടെ അകന്നിരുന്ന ഗ്യാസ് മോളിക്യൂൾസ് ഇതേപോലെ അടുത്ത് വരുമ്പോൾ നമുക്ക് തോന്നും അത് ലിക്വിഡാണ്. മനസ്സിലായോ? അപ്പൊ ഗ്യാസ് മോളിക്യൂളിനെ ഹൈലി കംപ്രസിബിൾ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി. ആ കഴിവിനെ വിളിക്കുന്ന പേരെന്താണ്? കംപ്രസിബിലിറ്റി. അപ്പൊ ഓരോരോ വാക്കുകൾ പുതിയത് കേൾക്കുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് കൈനറ്റിക് മോളിക്യൂൾ പഠിക്കുമ്പോൾ വേണം. കംപ്രസിബിലിറ്റി. ഓക്കെ, PRESS കേട്ടാ. അതായത് ഗ്യാസ് മോളിക്യൂൾസിനെ തല്ലിക്കൂട്ടി ഇങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ അമർത്തി വെക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്പോഞ്ച് നമുക്ക് ഇങ്ങനെ അമർത്താം, കംപ്രസിബിലിറ്റി. ഓക്കെ. അപ്പൊ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്തായിരിക്കും? നിങ്ങളുടെ LPG ഗ്യാസ് സിലിണ്ടർ എഴുതി വെച്ചിരിക്കണം. അതെന്താ അർത്ഥം? എന്താ? അത് ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെള്ളത്തിന്റെ രൂപത്തിലാക്കി നമുക്ക് ഇങ്ങനെ അമ്മയൊക്കെ പറയും, മോനയുടെ ഗ്യാസ് കുലിക്കോക്കെ ഇടണം അങ്ങോട്ട്. ഒന്നും മനസ്സിലാവില്ല, എന്നാലും കുലിക്കോ തോന്നുന്നു. 2 ദിവസം കൂടി ഉണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം ഇറച്ചടപ്പത്ത് വെക്കുമ്പോ ഗ്യാസ് തരും. ഈ കുലുക്കം നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ളവനാണെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവും. ഓക്കെ. അപ്പൊ സാറ് പറഞ്ഞു വന്ന പോയിന്റ് എന്തായിരുന്നു? അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് ഇവിടെ വന്ന് തട്ടുന്നു, അല്ലെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടുന്നു. ഓക്കെ. അങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മളൊരു ഫോഴ്സ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ഫോഴ്സ് നമ്മൾ പ്രയോഗിക്കുക ഒരു പ്രത്യേക ഏരിയയിൽ. ചിലപ്പോൾ തലക്കായിരിക്കും വന്നിരിക്കും, ചിലപ്പോൾ വാൾസിൽ അവിടെ വന്നിരിക്കും. അങ്ങനെ ഫോഴ്സ് പ്രയോഗിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും മക്കളെ? ഫോഴ്സ് പ്രയോഗിച്ച അവിടെ എന്തുണ്ടാവും? ഫോഴ്സ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിൽ ഫോഴ്സ് പ്രയോഗിച്ച അവിടെ എന്തുണ്ടാവും? പ്രഷർ. അപ്പൊ പ്രഷർ എന്താണെന്ന് പഠിച്ചു വെക്കുക. ഫോഴ്സ് പെർ ഏരിയ. അതായത് ഈ ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷൻ ആണല്ലോ. അപ്പൊ ഇവരൊന്ന് കൂട്ടിയിടിക്കുമ്പോൾ ഇവരെന്താണ്? പ്രഷർ ഏൽക്കുക അല്ലെ? പരസ്പരം കൂട്ടിയിടിക്കും, ഇതിന്റെ വാൾസിലൊക്കെ വന്നിരിക്കും. അപ്പോ ഗ്യാസ് പ്രഷർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അത്രയും മനസ്സിലായോ? ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് KMT, അതായത് കൈനറ്റിക് മോളിക്യൂളർ തിയറി. അതാണ് ഈ ഒരു വീഡിയോന്റെ പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ അവസാനം പറയും. അപ്പോൾ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടി കയറി വരുമ്പോൾ നിങ്ങൾ ലിങ്ക് ചെയ്യണം, അതിന് വേണ്ടി. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഇവരുടെ ചില പ്രത്യേകതകൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ. നമ്മുടെ വീട്ടിൽ ഈ പൂച്ച, നമ്മളിപ്പോ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത്തേക്ക് ഒരു പൂച്ച ഇങ്ങനെ വരും. അപ്പൊ നമ്മളെ കണ്ട് പൂച്ചനെ കാണും. പൂച്ച ഓടണോ വേണ്ടിയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? അപ്പൊ നമ്മള് എന്ന് പറയുമ്പോഴത്തേക്കും പൂച്ച ഒറ്റ ഓട്ടം ഉണ്ട് അല്ലെ? ഡേറ്റ് സംഭവം. അപ്പൊ ഡാ എന്ന് പറയുമ്പോഴത്തേക്കും പൂച്ച എന്ത് ചെയ്യും? ഓടിയാണ് പറയും. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ ഡാ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാ ഓടി അങ്ങോട്ട് പോയി. മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ നമ്മൾ ഇവിടെ ഡാ എന്ന് പറയുമ്പോഴത്തേക്കും പൂച്ച എന്താണ്? അകന്നു പോയി. ഓക്കെ. അപ്പൊ ഇവിടെ പൂച്ചയുടെ പോക്കും നമ്മളുടെ എന്താണ് ഒരു ഒരു വിളിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് മക്കളെ. അതാണ് പറയുന്നത്. ഡാ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഇതെന്താണ്? അട്രാക്ഷൻ. ഇവര് തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. എന്താ നോക്കിയേ? ഡിസ്റ്റൻസ് കുറയുന്നു, അട്രാക്ഷൻ കൂടും. നമ്മള് കെമിസ്ട്രി വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള, അപ്പൊ ആ എക്സാം ഞാൻ ഇവിടെ പറയണില്ല കേട്ടോ. എന്താണ്? ഡിസ്റ്റൻസ് കുറഞ്ഞ് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും അട്രാക്ഷൻ കൂടും. ഡിസ്റ്റൻസ് അകന്നു പോയി. അതായത് നമ്മൾ കാണാതിരുന്ന, നമുക്ക് വ്യക്തിയെ കാണാതിരുന്ന പറഞ്ഞു അല്ലേ, അട്രാക്ഷൻ പോകും. സ്ഥിരമായി കാണുകയാണെങ്കിലോ നമുക്ക് അട്രാക്ഷൻ വരും. അങ്ങനെയാണല്ലോ.
ഇതുവരെയും കുളിക്കാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഒരു അട്രാക്ഷൻ വന്നു കഴിയുമ്പോൾ എന്താണ് നമുക്ക് കുളിക്കണം. അപ്പൊ അമ്മ നോക്കുമ്പോൾ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 10ാം ക്ലാസ് വരെ കുളിക്കാത്തവനാണ്, പക്ഷെ എല്ലാ ദിവസവും കുളിച്ച് റെഡി ആയിട്ട് ട്യൂഷന് പോകുന്നു, ക്ലാസ്സിൽ പോകുന്നു. കാരണം ഇനി മുതൽ അട്രാക്ഷൻ ആയി. ഓക്കെ, മനസ്സിലായോ? അല്ലെങ്കിലോ ഇതൊന്നും ഇല്ലാത്തവർ സിംഗിൾ പേഴ്സൺ കുളിക്കാമില്ല, ഒന്നും ചെയ്യില്ല, വെറുതെ കാണാൻ പോകും അല്ലെ. അപ്പോ ഡിസ്റ്റൻസ് കുറയുമ്പോ അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു, കൂടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാവും. അപ്പോ ഇത് സോളിഡ് കേസിൽ നമ്മൾ പറയുമ്പോൾ സോളിഡ് കേസിൽ ഡിസ്റ്റൻസ് കുറവാണ്. സോളിഡ് കേസസ് ആണ് പറഞ്ഞാൽ അവിടെ ഡിസ്റ്റൻസ് കുറവ്, കാരണം പാർട്ടികൾ വളരെ അടുത്താണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അട്രാക്ഷൻ എന്തായിരിക്കും, കൂടുതൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കുറയുമ്പോൾ അട്രാക്ഷൻ കൂടി. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മള് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? യെസ്. എന്നിട്ട് ചില പോയിന്റുകൾ ഇങ്ങനെ പറയാം സാർ. ഓക്കെ, ആദ്യം നമ്മൾ പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. 3 സ്റ്റേറ്റ് നമ്മൾ എഴുതാം. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റിൽ ഒന്നാമത് ഡിസ്റ്റൻസ് ആണ് സാർ പറയുന്നത്. ഡിസ്റ്റൻസ്. ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഞാൻ സോളിഡിൽ പറഞ്ഞൊരു പ്രത്യേകത പറയുന്നത്, സോളിഡിനെ നേരിട്ട് എഴുതും ഗ്യാസ്. മനസ്സിലായോ? ഒരു വീട്ടില് 2 വീടാണെങ്കിൽ 2 ദിശ പോകില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ പൊന്നെ ഇതിന്റെ പോലെയല്ല ഇവര് ഇനി വീട്ടിൽ തന്നെ ഉണ്ടായതാണെന്ന് പറഞ്ഞ പോലെ സോളിഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. സോളിഡിൽ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഗ്യാസിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. സോളിഡ് വളരെ അടുത്തല്ലേ, ഗ്യാസ് അങ്ങനെയല്ല, അകന്തൊക്കെയാണ്. മനസ്സിലായ? അവരിങ്ങനെ അകന്ന് ദൂരെ അവിടെ ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കും, സ്ട്രേഞ്ചേഴ്സ്. യെസ്. അപ്പൊ ഡിസ്റ്റൻസ് സാറ് പറഞ്ഞു. ഡിസ്റ്റൻസ് ബന്ധപ്പെടുത്തിയിട്ട് ഇനി നമുക്ക് പറയേണ്ടത് അട്രാക്ഷൻ ആണ്. പക്ഷെ അട്രാക്ഷൻ അവിടെ നിൽക്കട്ടെ, അട്രാക്ഷനിലേക്ക് പോവാം. അപ്പൊ ഡിസ്റ്റൻസ് കുറവായതിന് സാറ് പറഞ്ഞില്ലേ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ല, അല്ലെ? അപ്പൊ മൂവ്മെന്റ് പറയുമ്പോ ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ മോഷൻ പറയുമ്പോ സോളിഡിൽ കുറവാണ്, ഗ്യാസിൽ കൂടുതലാണ്. കണ്ട മകളെ, മോഷനാണ് ഇപ്പൊ പറഞ്ഞത്. മോഷൻ എങ്ങനെയാണ് സോളിഡിൽ കുറവാണെങ്കിലും പോകാൻ പറ്റുന്നത്, ചെയ്യണം. പക്ഷെ അങ്ങനെയല്ല മറ്റെടുത്തോ, അത് ഭയങ്കര ലാർജാണ്, ഹൈലി മോഷൻ. ആ മോഷന് ഒരു പേരുണ്ട്. എന്താണ്? ഗ്യാസസിൽ വന്നപ്പോ നമ്മൾ ആ മോഷന് പേര് വിളിച്ചു റാൻഡം ബൈ. ഓക്കെ, റാപ്പിഡ്. ഓക്കെ, റാപ്പിഡ് റാൻഡം മോഷൻ അങ്ങനെയാണ് പറയാ. റാൻഡം റാപ്പിഡ് എന്നല്ല പറയാ, റാപ്പിഡ് റാൻഡം മോഷൻ. ഈ മോഷൻ കൂടാൻ കാരണം എന്താ? പരസ്പരം അടുത്തല്ല അവർ നിൽക്കണം, അവർ അകന്നാ നിൽക്കണം. അപ്പൊ അവര് തമ്മിൽ അട്രാക്ഷൻ ഇല്ല, അതുകൊണ്ടാണ് മോഷൻ കൂടാൻ കാരണം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കഞ്ഞി കുടിക്കാത്ത ഒരാളാണോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഒരാളാണോ നല്ല എനർജി പോവുക? സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിച്ച ഒരാളാണ്, അല്ലെ? ശരിയല്ലേ? അപ്പൊ നല്ല രീതിയിൽ ഒരാൾ ഓടുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും? എനർജി ഉണ്ടാവും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനർജി. ഇയാൾക്ക് ഹൈ എനർജിയാണ്, ഇയാൾക്ക് ലോ എനർജിയാണ്. മക്കളെ, സാർ ഇപ്പൊ പറഞ്ഞ ഈ 3 പോയിന്റും ലോ ആണ്, ഇവിടെ ഹൈ ആണ്. അതാണ് അത് ഇമ്പോർട്ടൻറ്റ്. ഈ 3 പോയിന്റ് ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ്, മെഷറബിൾ, മൂവ്മെന്റ്, എനർജി. ഡിസ്റ്റൻസ് ഇവിടെ കുറവാണ്, ഡിസ്റ്റൻസ് കുറവാണെന്ന് പറഞ്ഞാൽ അടുത്താണ്, അതുകൊണ്ട് മോഷൻ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, മോഷനും കുറവാണ്. എനർജിയോ? എനർജിയും ഇല്ല, ഒരിടത്തും അവാർഡ് പോലെ. പക്ഷെ അതാണ് അവരുടെ പ്രത്യേക റിജിഡിറ്റി. അവരവിടെ വിൽക്കുക, അവിടെ മനസ്സിലായോ? കട്ടക്ക് നിൽക്കും കൂടെ. മറ്റവൻ അങ്ങനെയല്ല, നമ്മൾ ജയിച്ചു പോകും. അപ്പൊ ഗ്യാസ് അങ്ങനെയല്ല, ഡിസ്റ്റൻസ് അകലുണ്ട്, പിന്നെന്താണ് മോഷൻ, തോന്നിയ മോഷനാണ്, പിന്നെ എനർജിയാ, ഹൈ എനർജിയാണ്. പക്ഷെ നമുക്ക് ഇവരൊന്നും വേണ്ട, നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ആൾക്കാരെ മതി. ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ഇത് നമ്മുടെ ബെസ്റ്റ് ആയിരിക്കും, ഇത് നമ്മുടെ എന്താണ് ലവറാ അല്ലെങ്കിൽ ക്രഷ് ഒക്കെ ആയിരിക്കും. മനസ്സിലായോ? ഇയാള് നമ്മൾ തൊട്ടടുത്താണ് നിൽക്കും, നമ്മുടെ ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടാവും, ഡിസ്റ്റൻസ് കുറവായിരിക്കും. നമ്മളെന്താണ് അങ്ങനെയെങ്കിലും നമ്മളെ ചതിയിലൊന്നും പെടുത്തൂല, ഒരുപാട് നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടുപോയൊന്നുമില്ല. മനസ്സിലായോ? പിന്നെ എനർജിയും കുറവായിരിക്കും. നമ്മളായിട്ട് ഇടിയിട്ടോ അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിപ്പോയോ എന്ത് ചെയ്യില്ല, നമ്മളെ വിളിക്കല്ല കാര്യം പാടാന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ അങ്ങനെയല്ല, പറ്റിക്കും. ഇങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ അകലത്തിലാണ്, നമുക്ക് എപ്പോഴും ഒന്നും കാണാൻ പറ്റില്ല. പിന്നെന്താണ് മോഷൻ, പുറത്തൊക്കെ കൊണ്ടുപോകും, കറങ്ങാൻ കൊണ്ടുപോകും, അങ്ങനെ ഒന്ന് കൊതിപ്പിക്കും. പക്ഷെ അത് റാൻഡം മോഷനാണ്, റാപ്പിഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ലാന്ന് എല്ലായിടത്തും കൊണ്ടുപോകും,
പല സ്പീഡിലും പോകും, പലവരായിട്ടും പോകും. അത് നമ്മൾ അറിയത്ത് പോലുമില്ല. അതാണിത്. ഇനി എനർജിയോ, ഹൈ എനർജിയാണ്, സെറ്റപ്പ് ആയിട്ടല്ല വരുന്നത്, കറങ്ങിയേക്കുന്നതിനാണ് നമ്മൾ വീണു. അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട്സിലേക്ക് വിട്ടിട്ട് ലവറിന്റെ ഒപ്പം അല്ലെങ്കിൽ ക്രഷിന്റെ ഒപ്പം അങ്ങോട്ട് പോകും. ഇതാണ് നമുക്ക് വരുന്ന അബദ്ധം. അപ്പൊ ഇവരുടെ അടുത്തേക്ക് പോകുമ്പോ നമ്മൾ ഒരാളിന്റെ കൂടിയാണ് പോകുന്നത്, ബെസ്റ്റി. അപ്പൊ ബെസ്റ്റി പറയും മോനെ വേണ്ടട്ടാ, ശരിയാവില്ല, നല്ലതാണെങ്കിൽ ബെസ്റ്റ് പറയും മോനെ തട്ടിക്കോട്ടെ, അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ആളാണ് ആര്? ലിക്വിഡ്. എന്താണ് ലിക്വിഡ്? ലവറിന്റെ താഴെ ഫ്രണ്ട്സിന്റെ നീര് അല്ലെ, ലവർക്ക് കീഴെ ഫ്രണ്ട്സിക്ക് നീര് എന്ന് പറയുമ്പോ ഇതിനേക്കാളും കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലുണ്ടാവും, എന്നാൽ ഇതിനേക്കാളും കുറവാണ്. ഇതിനേക്കാളും കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലുണ്ടാവും, എന്നാൽ ഇതിനേക്കാളും കുറവാണ്. ഇതിനേക്കാളും കുറച്ച് എന്താണ് എനർജി കൂടുതലുണ്ടാവും, പക്ഷെ ഇതിനേക്കാളും കുറവാണ്. ഈ ഒരു ചിഹ്നം സാർ അതിനെ സൂചിപ്പിക്കാം. അതായത് ഇതിനേക്കാളും വലുത് എന്നാൽ ഇതിനേക്കാളും ചെറുത്. ഓക്കെ, ഇതിനേക്കാളും വലുത്, അതിനേക്കാളും ചെറുത്. അപ്പോ ഇതിനേക്കാളും വലുത്, ഇതിനേക്കാളും ചെറുത്, ഇതിനേക്കാളും വലുത്, ഇതിനേക്കാളും ചെറുത്, ഇതിനേക്കാളും വലുത്, ഇതിനേക്കാളും ചെറുത്. ആർക്ക്? ലിക്വിഡിന്. നോക്കാം ഡിസ്റ്റൻസ് നോക്കിയേ, ലിക്വിഡ് ഡിസ്റ്റൻസ് സോളിഡിനേക്കാളും കുറച്ച് കൂടുതലാണ്, പക്ഷെ ഗ്യാസിന്റെ അത്രയില്ല. അടുത്തത് മോഷൻ പറഞ്ഞാൽ സോളിഡിനേക്കാളും കുറച്ച് മോഷൻ ഉണ്ട് കൂടുതൽ, മുകളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ എനർജി പറഞ്ഞാൽ സോളിഡിനേക്കാളും എനർജി കൂടുതലാണ്, ട്രാൻസിഷൻ മോഷൻ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നു, മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഈ ഒരു മൂന്ന് വെയിറ്റ് ഒക്കെ ഡിക്രീസ് ആവുമ്പോൾ ഇവിടെ എന്താണ്? ഇൻക്രീസ് ആണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനെ അങ്ങനെ കൊച്ചാക്കാൻ പറ്റില്ല മക്കളെ. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? അട്രാക്ഷൻ കൂടുതലാണ്. ഇവർ രണ്ടാളിട്ടിട്ട് പോയാലും കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ചങ്ക് കൂടെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, കുറഞ്ഞോട്ടെ ഈ മൂന്നെണ്ണം കുറഞ്ഞോട്ടെ, പക്ഷെ ഒരു സാധനം പോലെ അട്രാക്ഷൻ, ആ ബലം ഉണ്ടല്ലോ, ആ ബോണ്ട് ഉണ്ടല്ലോ അങ്ങനെ, അത് കൂടുതലാണ്. അത് ആർക്കും തകർക്കാൻ പറ്റില്ല. എന്നും തൊട്ട് നോക്കിയേ, ഇവന്മാരിങ്ങനെ കൂടുതൽ ചങ്കായിട്ട്, അതാണ് അട്രാക്ഷൻ. അത് ഇവിടെ ഇല്ല. ഇവന്മാരെല്ലാരും പറ്റിച്ചടക്കുന്നോണ്ട് ആരും കൂടെ ഉണ്ടാവില്ല. ഒരു ദിവസം പിടിക്കുമ്പോ എന്താണ്, എല്ലാരും കൂടി പഞ്ചി കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? കുറവാണ് മക്കളെ, അട്രാക്ഷൻ ഇവിടെ കുറവാണ്, കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ്. ഏത് സമയത്തും നമ്മളെ വിട്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് അത്, സ്ട്രേഞ്ചറെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ, ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ കുറയുമ്പോ കുറവാണെന്ന് മനസ്സിലാക്കാം. ഡിസ്റ്റൻസ്, മൂവ്മെന്റ്, എനർജി, ഇതൊക്കെ കുറവാണ്, പക്ഷെ അട്രാക്ഷൻ കൂടും. ഇനി കഴിഞ്ഞിട്ടില്ല മക്കളെ, ഡെൻസിറ്റി എന്നൊരു സാധനമുണ്ട്. ഡെൻസിറ്റി അത് ഞങ്ങൾക്ക് കൂടുതലാണ്. എന്താ ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറഞ്ഞ വാക്ക് പറയാൻ ഞങ്ങൾ വാക്കാണ്, കട്ടയ്ക്ക് നിൽക്കും ഞങ്ങൾ, കൂടെ ഒരുമിച്ച് ഞങ്ങൾ നിൽക്കും ഞങ്ങൾ. മനസ്സിലായോ? കൂട്ടായ്മയാണ് ഞങ്ങള്. നമ്മൾ പറയില്ല ഡെൻസിറ്റി, കൂടെ കുറെ ആൾക്കാർ ഒരുമിച്ച് ഉണ്ടെങ്കിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതൊന്ന് പോയാലോ അത്രയും ഭാഗത്ത് അവരുണ്ടാവില്ല, അപ്പൊ ഡെൻസിറ്റി കുറവായിരിക്കും. ഇവിടെ ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ആര് വരാം? ഈ പറയുന്ന ലിക്വിഡ് വരാം. അപ്പൊ ലിക്വിഡിന്റെ കേസ് എങ്ങനെ പറയും? അട്രാക്ഷൻ ഇവിടെ എന്താണ് കൂടുതല്, ഇവിടെ വളരെ കുറവ്, ഇതിനേക്കാളും കുറവ്. അപ്പൊ ഇങ്ങനെ മനസ്സിലായോ? ഇനി ഇവിടെ എന്താണ്? ഡെൻസിറ്റി എന്താണ്? കൂടുതല്, ഇതിനേക്കാളും കുറവ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ നിങ്ങൾ ഈ ഒരു ചിഹ്നം കൊടുത്ത് ഇങ്ങനെ പഠിക്കണമെന്നില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ആ ചിഹ്നം. ചിലർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ചിഹ്നം ഇവിടെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇതിനേക്കാളും കൂടുതൽ, ഇതിനേക്കാളും കൂടുതൽ, കണ്ടോ? ഇപ്പൊ കുറവ്. ഇവിടെ വരുമ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഇതിനേക്കാളും കൂടുതൽ, ഇതിനേക്കാളും കൂടുതൽ. ഓക്കെ, ഇതിനേക്കാളും കുറവ്. അതാണ് ലിക്വിഡിന്റെ കേസ്, ബെസ്റ്റ്. ഓക്കെ, ക്ലിയർ? അപ്പൊ 5 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ച ഡിസ്റ്റൻസ് ആണ്. പിന്നെ പഠിച്ചത് എന്താണ്? ഡിസ്റ്റൻസ് എന്താണ് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നടന്നു നോക്കേണ്ടത്? ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ മോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എനർജി, മോഷൻ നടന്നെങ്കിൽ എനർജി വേണം. ഈ മൂന്ന് കാര്യങ്ങളും സോളിഡിൽ കുറവാണ്, ഗ്യാസിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. സോളിഡും ഗ്യാസ് ആണ് നമുക്ക് പഠിക്കില്ല, നമ്മുടെ ചാപ്റ്റർ ഗ്യാസിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അപ്പൊ അങ്ങനെ ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് അട്രാക്ഷൻ കൂടുതലാണ്, അതുപോലെ ഡെൻസിറ്റിയും കൂടുതലാണ്. പക്ഷെ അത് ഗ്യാസിൽ വരുമ്പോൾ കുറവാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഗ്യാസിൽ കൂടുതലാണ്. എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് കൂടുതലാണ്, മോഷൻ കൂടുതലാണ്, എനർജി കൂടുതലാണ്. 2 കാര്യങ്ങൾ ഗ്യാസിൽ കുറവാണ്. എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന് അട്രാക്ഷൻ കുറവാണ്, ഡെൻസിറ്റി കുറവാണ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങളുടെ സ്ട്രക്ചർ പഠിച്ചു, 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഇവന്മാരെ എങ്ങനെയായിരിക്കും പെരുമാറ്റം നമുക്കൊന്ന് അനലൈസ് ചെയ്യണം അല്ലെ? ഇവന്മാരെ എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്കൊരു റൂൾ ഉണ്ടാക്കണം. നമുക്കൊരാളെ കണ്ടറിയണം, ദൈവം നല്ലതാണോ, ജെന്യുവിൻ ആണോ ഇവന്റെ അട്രാക്ഷൻ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇവന്മാർക്കൊരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ട്. ആ പൊതുവായ സ്വഭാവങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന
അടുത്ത ടോപ്പിക്കാണ് മക്കളെ KMT, കൈനറ്റിക് മോളിക്കുലർ തിയറി. എന്താണ് KMT, കൈനറ്റിക് മോളിക്കുലർ തിയറി. അപ്പൊ അത് എന്തായാലും പരീക്ഷ ചോദിക്കും. അതാണ് ശരിക്കും ഈ ഒരു വീഡിയോന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ തൊട്ട് മുന്നേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ടെക്സ്റ്റ് കാര്യങ്ങൾ തന്നെയാണ്, അതുപോലെ ഭംഗിയായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പറഞ്ഞു വന്നു. ഓക്കെ, അപ്പൊ KMT എന്താ ഇമ്പോർട്ടന്റ് ആണ്. KMTയിൽ 7 റൂളാണ് നമുക്കുള്ളത്. അതായത് ഇവന്റെ സ്വഭാവം മനസ്സിലാക്കാൻ നമുക്ക് 7 ബേസിക് റൂൾസ് ആണുള്ളത്. ആ 7 റൂളുകൾ അതേപോലെ തന്നെ സാർ ഇവിടെ പറയില്ല, ചുരുക്കി നിങ്ങൾക്ക് പഠിക്കാവുന്ന രൂപത്തിൽ പറയും. ഇവിടെ നമ്മൾ എഴുതി കാണിക്കും, നിങ്ങൾ വായിക്കുക, ടെക്സ്റ്റ് ബുക്കായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് പോകാമല്ലോ. അപ്പൊ മക്കളെ നമ്മളെ KMTയിലേക്ക് പോവുകയാണ്. KMTയുടെ ഫുൾ ഫോം കൈനറ്റിക് മോളിക്കുലർ തിയറി. കൈനറ്റിക് കൊണ്ടാണെന്നല്ലേ ആ സാധനം ആലോചിച്ചാൽ. അപ്പൊ ഇവിടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫുട്ബോൾ ഗ്രൗണ്ട് എടുക്കുക. ഇത് സെവൻസ് ആണ് കളിക്കുന്നത്. സെവൻസ് നമ്മൾ സാധാരണ ഫുട്ബോളിൽ 11 പേരുണ്ടെങ്കിൽ ഇവിടെ 7 പേരാണ്. അങ്ങനെ ഒരു കളി ഉണ്ടെന്നാണ് എന്റെ ഒരു വിചാരം കേട്ടാ. ഒരു കളി ഉണ്ടെങ്കിൽ താഴെ കമ്മനി ചെയ്യാനുണ്ട്. സെവൻസ് ഉണ്ടല്ലോ, ഞാൻ കളിച്ചിട്ടില്ല, കേട്ടൊരു പരിചയമുള്ളൂ. അപ്പൊ എന്റെ ഒരു അസംഷനിൽ സെവൻസിൽ എനിക്ക് തോന്നുന്നു ഇവിടെ 7 പേര്, ഇവിടെ 7 അല്ലെ, 7 പേര് വെച്ചുള്ള കളിയാണ്. അതുപോലെ നമ്മൾ ഈ കൈനറ്റിക് മോളിക്കുലർ തിയറി എന്ന് പറയുന്നത് ഫുൾ ഫോം ഇതാണ്, കൈനറ്റിക് മോളിക്കുലർ തിയറി. നമ്മുടെ തിയറിയുടെ പേര് എന്താ? അപ്പൊ ഇവിടെ വരും തിയറിയുടെ പേര്, നിങ്ങൾ നോക്കി വായിക്കുക. അതുപോലെ ഈ പോയിന്റുകളുടെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ വരും കേട്ടോ. അപ്പൊ അത് വായിക്കുക, എല്ലാം നമ്മൾ ബോഡിയിൽ കൊള്ളൂല. അപ്പൊ കൈനറ്റിക് മോളിക്കുലർ തിയറി എങ്ങനെ ഓർത്തിരിക്കാം? ആദ്യം ഈ ഫുട്ബോളുകളിൽ പഠിക്കുക, എന്നിട്ട് മാത്രമേ ഇതിനകത്തേക്ക് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ആദ്യം നമ്മൾ ഈ ഫുട്ബോൾ കളി നടക്കുന്നത് നിങ്ങൾ ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണുന്നതായിരിക്കും. അപ്പൊ കുറെ കുത്തു പോലെ ആയിരിക്കും. 1 2 3 4 5 6 7 7 പേര് ഇവിടെ. 1 2 3 4 5 6 7 അങ്ങനെ മൊത്തം 14 പേര് നമ്മൾ ഓടണം. അതിനിടയ്ക്ക് നമ്മുടെ എന്താണ് നേതാവ് ഉണ്ടാവുന്നത്, കപ്പിത്താൻ. എന്താ അയാൾ വിളിക്കുന്നത് എനിക്കറിയില്ല, റഫറിയാ എന്തോ അയാളുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമ്മുടെ ഗോൾ പോസ്റ്റും ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഹെലികോപ്റ്ററിന് മുകളിൽ നോക്കുമ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? അർജുനോട് ദ്രോണാക്കിയത് വെച്ചോളെ. ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്നത്? കിളിയുടെ കണ്ണ് മാത്രമല്ലേ കാണുന്നത്. അതുപോലെ ഇപ്പൊ നിങ്ങൾ എന്ത് മാത്രം കാണുന്നോളും? ഇവിടെ തല മാത്രം കാണുള്ളൂ അവരുടെ. ഹെലികോപ്റ്ററിൽ നിന്നാണ് നോക്കണേട്ടാ. വളരെ ടൈനി ആയിട്ടുള്ള ചെറിയ പാർട്ടികളായിട്ടാണ് ഫുട്ബോൾ കളിക്കാരെ കാണുന്നത്. മക്കളെ, അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്, ടൈനി പാർട്ടികൾ അല്ല. ഈ ചെറിയ പാർട്ടികളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫുട്ബോൾ കളിക്കാരെ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ടൈനി പാർട്ടിക്കിളിന്റെ കൂടെ ഞങ്ങൾ എന്ത് എഴുതേണ്ടത്? മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. ഇവിടെ വരുന്നത് വായിച്ചു നോക്കാം. മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് ആറ്റംസ്, മോളിക്യൂൾസ്. അതായത് ഗ്യാസിനകത്തുള്ള പാർട്ടിക്കിൾസ്, അതായത് ആറ്റം ആവാം, മോളിക്യൂൾസ് ആവാം, വളരെ മൈന്യൂട്ടാണ്, ടൈനിയാണ്. നിങ്ങൾ ഹെലികോപ്റ്ററിൽ നോക്കുമ്പോൾ അവരെ തല മാത്രം കാണും, പറയുള്ളൂ. ടൈനി പാർട്ടിക്കിൾ. ഇപ്പൊ മനസ്സിലായി? ഒന്നാമത്തത് മനസ്സിലായി. ഇനി നോക്കുമ്പോ നമ്മൾ ഇവര് പച്ച കളറുള്ള, ഗ്രീൻ കളറുള്ള ഒരു ജേഴ്സിയാണ് ഇവര് ധരിച്ചിരിക്കുന്നത്. ഇവര് റെഡ് ആണ്. ഈ റെഡും ഗ്രീനും വരുന്ന ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ വെറുതെ പറയണേ. ഗ്രീനും റെഡും. അപ്പൊ അവര് ധരിച്ചിരിക്കുന്നത് എന്താണ്? ജേഴ്സി കാണില്ലേ? നോക്കും നിങ്ങൾ. ജേഴ്സി കുറച്ചും കൂടി ഹെലികോപ്റ്റർ താഴോട്ട് വരട്ടെ. അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ? പച്ച കളറും എന്താണ് ചുമന്ന കളറും ഉള്ള ജേഴ്സിയാണ് അവർ ധരിച്ചിരുന്നത്. ധരിക്കുക. വിയർ എന്ന വാക്കിൽ നിങ്ങൾക്ക് 6 മാറ്റിയിട്ട് അവിടെ ഒരു കെ ചേർത്ത് വീക്ക്. എന്ത് വീക്ക്? ഇവരെ അകലയിലെ മക്കളെ. അപ്പൊ അട്രാക്ഷൻ വീക്കാണ്, അട്രാക്ഷൻ വളരെ കുറവാണ്. അപ്പൊ രണ്ടാമത്തെ തിയറി പറയുന്നത് എന്താന്ന് മനസ്സിലായോ മക്കളെ? വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് പറയുന്നത്. അപ്പൊ അത് പഠിക്കുമെന്ന് പറയുന്നത് എന്ത് പറയണം? വെരി ലോ അട്രാക്റ്റീവ് ഫോഴ്സ്. സെന്റൻസ് വായിക്കുക. വെരി ലോ കാരണം ഒരു അകലെയാണ്. അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സ് വെരി ലോ. വീക്ക് വിയർ ജേഴ്സി. അപ്പൊ ജേഴ്സിയുടെ കളർ ആലോചിച്ച് ആ ഒരു പോയിന്റ് ആലോചിച്ച് നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് കിട്ടി, വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് കിട്ടിയ. അപ്പൊ നമ്മൾ ഇനി മോളിൽ നോക്കുമ്പോ എന്താണ്? ഇവരുടെ ഇടയിൽ കുറെ സ്ഥലം ഉണ്ടല്ലേ, കുറെ സ്ഥലങ്ങളിലൂടെ കാണുന്നില്ലേ? എംറ്റി ആണ്. ഈ സ്ഥലങ്ങൾ എന്താണ്? എംറ്റി ആണ്. മനസ്സിലായോ? അപ്പൊ ഗ്രൗണ്ടും ഈ ഒരാളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഭയങ്കര വലുതും അതിനകത്തൊരു ഉറുമ്പിന്റെ വലിപ്പത്തിൽ ഒരാളും കണ്ടോ. അപ്പൊ ഈ ഓരോ കളിക്കാരുടെയും അവരുടെ കളിക്കാരുടെ വോളിയം എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടിന്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല, വെറുതെ അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് മക്കളെ ഇവിടെയും പറയുന്നത്. അതായത് നെഗ്ലിജിബിൾ പാർട്ടിക്കൽ വോളിയം. അതിനകത്ത് ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം പറയുമ്പോൾ
അവരുടെ വലിപ്പം പറയുമ്പോൾ ഗ്യാസ് എവിടെയാണോ നിറഞ്ഞിരിക്കുന്നത് അതിന്റെ മൊത്തം വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ഇതാണ് മൂന്നാമത്തെ തിയറി പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എന്താ പറയുക മക്കളെ? ഫുട്ബോൾ കളിക്കാർ ടൈനി പാർട്ടികൾ. രണ്ടാമത് അവര് ധരിച്ചിരിക്കുന്ന ജേഴ്സി ഒരു വീക്ക് ഫോഴ്സ് ആണ് അവര് തമ്മിൽ, കാരണം അകലം കൂടുതലാണ്. മൂന്നാമത്തെ എന്താ പറഞ്ഞാൽ അവർക്കിടയിൽ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ മോളിൽ നോക്കുമ്പോൾ ഗ്രൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ വലിപ്പം വളരെ ചെറുതാണ്. അത്ര മനസ്സിലായോ? മൂന്നെണ്ണം കിട്ടിയോ? മൂന്നെണ്ണം ഓക്കെ അല്ലേ? ഓക്കെ, നാലാമത്തിലേക്ക് പോട്ടെ സാർ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നാലാമത്തെ എന്താ പറയുന്നത്? കംപ്രസിബിലിറ്റി. നോക്കൂ, ഇവരൊരു പെനാൽറ്റി കിക്ക് വന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ എന്ത് അടുപ്പിച്ച് വരികയാണ്, ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇട്ട് അടിക്കാൻ വന്നത് അല്ലെ. അപ്പൊ കംപ്രസിബിലിറ്റി ഉണ്ട് ഇവർക്ക്, അതായത് സ്ക്യൂസ് ഇങ്ങനെ അടുത്ത് വന്ന് എല്ലാവരും ചേർത്ത് നിർത്താൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഇവരെ അടിച്ചമർത്തി നമുക്ക് എന്താക്കാം, ലിക്വിഡ് ആക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ കംപ്രസിബിലിറ്റി ആണ് ഈ പറയുന്ന ഗ്യാസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വോളിയം ക്യാൻ ബി ഈസിലി റിഡ്യൂസ്ഡ്. വോളിയത്തിന് നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. എങ്ങനെ? പാർട്ടിക്കിൾ വളരെ അടുത്ത് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. വോളിയം ക്യാൻ ബി ഈസിലി റെഡ്യൂസ്ഡ് ബൈ എന്താണ് പുഷിംഗ് ദ പാർട്ടിക്കിൾ ക്ലോസർ ടുഗദർ. പാർട്ടിക്കിളെ നമ്മൾ വളരെ അടുത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അതേ സെന്റൻസ് തന്നെ പഠിക്കണം നിർബന്ധമില്ല, വേണമെങ്കിൽ പഠിച്ചോളൂ. സാർ അതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ വായിക്കുന്നില്ല. എത്രയുള്ള എന്റെ ആശയം, ഈ പാർട്ടിക്കിൾസ് നമുക്ക് അടുപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്, സ്ക്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്യാസ് മോളിക്യൂൾസിനെ ഇരുത്താൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കംപ്രസിബിലിറ്റി. കണ്ടോ? പെനാൽറ്റി കിക്ക് ആലോചിച്ചാൽ മതി, കംപ്രസിബിലിറ്റി കിട്ടി. ഓക്കെ, നാലാമത്തെ പോയിന്റ് കിട്ടി. 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി. ഇനി നമുക്ക് 3 കൂടി പഠിക്കാം. അതിൽ അഞ്ചാമത്തെ കോൺസ്റ്റന്റ് മോഷൻ ആൻഡ് പ്രഷർ. അപ്പൊ അത് വളരെ ഈസിയാണ് മനസ്സിലാക്കുക. കോൺസ്റ്റന്റ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ഇത് ഗോൾ അടിച്ചില്ല മക്കളെ, അപ്പൊ തന്നെ ഇയാൾ പന്ത് ഇങ്ങോട്ട് എടുത്തിടുകയാണ്. അപ്പൊ എല്ലാവരും കൂടി പുറകെ ഓടുകയാണ് അല്ലെ. കോൺസ്റ്റന്റ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരാൾ സ്ഥലത്ത് ഇങ്ങനെ അങ്ങനെ നിൽക്കോ? ഇല്ല, കോൺസ്റ്റന്റ് മോഷൻ. മനസ്സിലായോ? അപ്പൊ പ്രഷർ ഉണ്ടായിരിക്കും, അവർക്ക് ആ ഗോൾ അടിച്ചേ പറ്റൂ. മനസ്സിലായോ? ഹൈ പ്രഷറിലാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നത് തന്നെ. മനസ്സിലായോ? ലാസ്റ്റ് 2 മിനിറ്റ്സ് ആണെങ്കിൽ ലാസ്റ്റ് 2 മിനിറ്റ്സ് ആണെങ്കിൽ ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ ഗോൾ അടിക്കാൻ വേണ്ടി ഹൈ പ്രഷറിലായിരിക്കും എന്ത് ചെയ്യുക, ഹൈ ഫോഴ്സിലായിരിക്കും ഇവർ എന്ത് ചെയ്യുക, ഓടാം. അപ്പൊ ആ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു പോയിന്റ് കിട്ടും, കോൺസ്റ്റന്റ് മോഷൻ ആൻഡ് പ്രഷർ. അപ്പൊ കോൺസ്റ്റന്റ് മോഷൻ ആൻഡ് പ്രഷറിൽ നമ്മൾ പറയണം പാർട്ടിക്കിൾ എന്താണ്? കോൺസ്റ്റന്റ് റാപ്പിഡ് റാൻഡം മോഷനിലാണ്. മനസ്സിലായോ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. ഈ KMT ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. കാരണം 3 കാര്യങ്ങൾ നിങ്ങളുടെ പറയേണ്ടി വരും. ഒന്ന്, മോഷൻ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. പിന്നെന്താണ്? റാൻഡം ആണ്. പിന്നെന്താണ്? റാപ്പിഡ് ആണ്. മോഷനെ കുറിച്ച് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം. കോൺസ്റ്റന്റ് ആണ്, അത് സ്ഥിരം, അത് ആരും നിൽക്കുന്നില്ല. ഓക്കെ, അടുത്തത് റാപ്പിഡ്, വേഗത്തിലാണ്. പിന്നെന്താ? റാൻഡം ആണ്, തോന്നിയ പോലെയാണ്. അത്ര മനസ്സിലായത്? ഇങ്ങനെ ഓടുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, കൊളീഷൻ സംഭവിക്കും. കൊളീഷൻ എങ്ങനെയുള്ള കൊളീഷൻ? ഇവര് തമ്മിൽ പാർട്ടിക്കിൾ തമ്മിൽ കൊളീഷൻ സംഭവിക്കാം. ഓൺ ദ വാൾ ഓഫ് ദ കണ്ടെയ്നറിന്റെ വാളിൽ എന്ത് സംഭവിക്കാം? കൊളീഷൻ സംഭവിക്കാം. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവര് ഓടുന്ന സമയത്ത് തമ്മിൽ കൂട്ടിയിട്ടിരിക്കാം, അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ചെന്ന് എന്ത് ചെയ്യാം? ഇടിക്കാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും? അവിടെ പ്രഷർ ഉണ്ടാവും മക്കളെ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ. ക്ലിയർ ആണോ? അപ്പൊ അതിവിടെ താഴെ നോട്ട് വരുന്നുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി എടുക്കണം കേട്ടോ. സാറ് എഴുതിയിരിക്കുന്ന ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ താഴെയുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണം. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം സാറ്, കോൺസ്റ്റന്റ് മോഷൻ ആൻഡ് പ്രഷർ ആണ്. ആ പ്രഷർ എങ്ങനെ വരുന്നു? അത് ലാസ്റ്റത്തെ പോയിന്റിലാണ് വരുന്നത്. ആദ്യം കോൺസ്റ്റന്റ് മോഷൻ എന്ന് പറയുമ്പോൾ റാപ്പിഡ് ആണ്, റാൻഡം ആണ്, കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമായിട്ട് മോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം പറയാം മോഷനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ പറയുന്നത് ഇങ്ങനെ മോഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ കൂട്ടിയിടിക്കും. ദ പാർട്ടിക്കിൾസ് കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ദേ കൊളൈഡ് ഓൺ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിന്റെ വാളിൽ വന്നിരിക്കും. സോ വാട്ട് ഹാപ്പൻ? പ്രഷർ ഇൻക്രീസസ്, പ്രഷർ ജനറേറ്റ്. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ അത്രയും മനസ്സിലായി. ഇനി എന്താ സംഭവിക്കുക? അടുത്ത ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ മനസ്സിലാകാൻ വേണ്ടി മക്കളെ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു വസ്തു, ഒരു പന്ത് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഉരുണ്ട് പോകുന്നതിന് എന്ത് എനർജിയെ വിളിക്കാം? കൈനറ്റിക് എനർജി എന്ന് വിളിക്കാം. നമ്മളൊരു മരത്തും മാങ്ങ കിടക്കുകയാണ്, അത് എന്ത് എനർജിയാണ് അതിനുള്ളത്? പൊട്ടൻഷ്യൽ എനർജി. ഇപ്പൊ 2 എനർജി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി കെട്ടി നിർത്തിയ ഡാമിൽ നിന്ന് നമ്മൾ വെള്ളം താഴേക്ക് ഒഴുകുമ്പോൾ
വെള്ളം താഴെ കൊടുക്കുമ്പോൾ ആ കെട്ടി നിർത്തിയ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ടർ ഇൻടു കൈനറ്റിക് എനർജി അല്ലെ. അപ്പൊ ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ദ എനർജി ഡ്യൂ ടു മോഷൻ ഇസ് നോൺ ആസ് എന്താണ് കൈനറ്റിക് എനർജി. അതിനെ നമ്മൾ വിളിക്കുന്നത് ഹാഫ് എം വി സ്ക്വയർ, മാസ് ഇൻടു വെലോസിറ്റി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു വസ്തു, മാസ് ഉള്ള ഒരു വസ്തു വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ഈ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യല്ലേ, അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ കൈ ഇങ്ങനെ എടുക്കുക, കൈ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ, നല്ല സ്പീഡിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? ഹീറ്റ് ഫീൽ ചെയ്യും, ഹീറ്റ് ഫീൽ ചെയ്യും. അതായത് ഈ പാർട്ടിക്കിൾസിന് ഞാൻ ഹൈ മോഷൻ നടത്തി കഴിയുമ്പോൾ അവിടെ എന്തുണ്ടായി? ഹീറ്റ് ഉണ്ടായി. മനസ്സിലായോ? ഈ റിവേഴ്സ് ചെയ്യാം, ഹീറ്റ് ആക്കി കഴിഞ്ഞ പാർട്ടിക്കിൾ നന്നായിട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. മറിച്ചും തിരിച്ചും സംഭവിക്കും. പാർട്ടികൾ നന്നായിട്ട് മൂവ് ചെയ്താൽ അവിടെ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. ഹീറ്റ് കൂട്ടിയാലോ പാർട്ടികൾ നന്നായിട്ട് എന്ത് ചെയ്യും? മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ നമ്മൾ ഇവര് തമ്മിൽ കൂട്ടി ഇടിച്ചിട്ട് അയ്യോ ഇടിച്ച് ഞാൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് പോയല്ല. അവരെന്താണ് ആ വന്ന് ഇടിച്ചാലും പിന്നെ അവർ ആ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെ. അപ്പൊ അതുപോലെയാണ് ഇവിടെ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. പാർട്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചാലും അവരുടെ കൈനറ്റിക് എനർജി നഷ്ടമാവുന്നില്ല. ഇപ്പൊ എ എന്ന് പറഞ്ഞ പാർട്ടികൾ, ബി എന്നൊരു പാർട്ടികൾ, ഈ എ വരുന്നത് ഒരു 10 എനർജിയിൽ, ബി വരുന്നത് ഒരു 5 എനർജി, കൂട്ടിയിടിച്ചു. മനസ്സിലായി? അപ്പൊ ഇടി കൊണ്ടിട്ട് ഈ എനർജി കുറഞ്ഞ ആൾക്ക് കുറച്ചും കൂടി എനർജി മക്കളെ ഇറക്കുവെച്ച് കറണ്ട് പോയി. അപ്പൊ അതാണ് ഞാൻ ഇതൊക്കെ മാച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് കേട്ടാ. അപ്പൊ ചെറിയ വ്യത്യാസം ബോഡി കണ്ടില്ലേ, നമ്മുടെ ഫുട്ബോൾ ടേബിളൊക്കെ നമ്മൾ മാറ്റണം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എ വന്ന് ബി അടിച്ചു, വന്നിട്ട് ബി പോയി, അങ്ങനെയല്ലേ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കേട്ടാ, റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ മക്കളെ എ വന്നിട്ട് എന്താണ് ബീനെ ഇടിച്ചു അല്ലെ. അപ്പൊ ബീനെ ഇടിച്ചപ്പോ ബി തെറിച്ചു പോയി. അപ്പൊ എക്ക് ഒരു എനർജി ഉണ്ട്, ബിക്ക് ഒരു എനർജി ഉണ്ട്. അതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസിന്റെ ഒരു എനർജി ഉണ്ട്, അതിന് നമുക്ക് 15 കൊടുക്കാം. ബി എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസിന് ഒരു എനർജി ഉണ്ട്, അതിന് നമുക്ക് 5 കൊടുക്കാം. അപ്പൊ രണ്ടുപേരുടെ എനർജി കൂട്ടുമ്പോൾ എത്രയായി? 20. ഇത് എപ്പോഴാണ് നടക്കുന്നത്? ബിഫോർ കൊളീഷൻ, കൂട്ടിമുട്ടുന്നതിന് മുന്നേ ഉള്ള കേസാണ്. ഓക്കെ, ശരി. കൂട്ടിമുട്ടി സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു ബസ് വന്ന് ഒരു കാറിന് അടിച്ചാൽ കാർ തെറിച്ചു, ബസ് വന്ന് ബൈക്കിന് അടിച്ചാൽ ബൈക്ക് തെറിച്ചു പോയി. അതുപോലെ ഇത്രയും വലിയ എനർജി ഉള്ള ആൾ ഇത്രയും കുറഞ്ഞുള്ള എനർജി ഉള്ള ആളെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ തെറിച്ചു. പക്ഷെ എങ്ങനെ പോകുന്നത്? അയാൾക്ക് കുറച്ച് എനർജി കിട്ടിയിട്ട് എനർജി അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോ ഇതിൽ നിന്ന് ഒരു 4 ഇങ്ങോട്ട് ട്രാൻസ്ഫർ തന്നെയായിരിക്കും. അപ്പൊ ഇയാൾക്ക് എത്ര? ഒരു 4 അങ്ങോട്ട് പോയാൽ ബാക്കി എയുടെ എനർജി എന്ന് പറയുന്നത് 11. ഈ 4 കിട്ടിക്കഴിയുമ്പോൾ ബിയുടെ എനർജി എത്ര? 5 + 4 9. ഓക്കെ, അപ്പൊ എയിൽക്ക് കുറഞ്ഞു, ബിക്ക് എന്താണ്? കൂടി. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കി, അത് 20 തന്നെയല്ലേ. അപ്പോ ആഫ്റ്റർ കൊളീഷൻ, അതായത് കൊളീഷന് ശേഷം, കൊളീഷന് മുന്നേ ഉണ്ടായ അതേ എനർജി തന്നെയായിരിക്കും. അതായത് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ എൻറ്റയർ സിസ്റ്റം. ആ ടോട്ടൽ ഇത് ബലൂണിനകത്താണെങ്കിൽ ആ ബലൂണിന്റെ മൊത്തം കൈനറ്റിക് എനർജി എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഫുട്ബോളിൽ നിങ്ങൾ എന്താണ് എയർ അടിച്ചിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ഫുട്ബോൾ ചുരുങ്ങിയിരിക്കില്ല. ഫുട്ബോളിൽ അവിടെ എയർ അങ്ങനെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? അതിന്റെ ടോട്ടൽ എനർജി ഒരിക്കലും എന്ത് ചെയ്യില്ല? കുറയില്ല. അതായത് ഇവര് റാൻഡം മോഷനിലാണ് എപ്പോഴും. ഇടയ്ക്ക് എനർജി കൂടുതലിട്ടും കുറവിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായ? അപ്പൊ അങ്ങനെയുള്ള, അതായത് ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും ഒരേ കൈനറ്റിക് എനർജി ആണെങ്കിൽ, ടോട്ടൽ എനർജി സെയിം ആണെങ്കിൽ, നമ്മൾ ഒരു വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ. ആ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇലാസ്റ്റിക് കൊളീഷന്റെ അണ്ടറിൽ എന്ത് എഴുതണം? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ, നോ എനർജി ലോസ്റ്റ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്, എനർജി നഷ്ടമാവുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ടോട്ടൽ കൈനറ്റിക് എനർജി, മൊത്തം എനർജി ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ആർ സെയിം. അപ്പൊ നമ്മുടെ ഫുട്ബോൾ കളിക്കാരെ എടുത്തു കഴിഞ്ഞാലോ, ഫുട്ബോൾ കളിക്കാരെ എന്താണ് സങ്കടപ്പെട്ടിരിക്കും, അയ്യോ എന്റെ കാല് പൊട്ടിയെന്ന് വന്നിട്ട് അറിയോ? അങ്ങനെയല്ല, ചിലപ്പോൾ ഒരു അടി കൊള്ളും, എന്നാലും അവർ എന്ത് ചെയ്യും? അതൊന്നും മൈൻഡ് ചെയ്യില്ല, അത് വേദന ആക്കൂല. വേദന ആക്കാണ്ട് അവർ വീണ്ടും ഇവിടെ നിന്ന് ഒരു ഇടി കൊണ്ട് വീണാല് എന്നിട്ട് വീണ്ടും കളിക്കാൻ പറ്റും അല്ലെ. അപ്പോ ആ ഒരു ടീമിന്റെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത് ഗോൾ അടിക്കണം. മനസ്സിലായി? ഒരു ഗോൾ അടി കൊണ്ടാലും നമ്മൾ അങ്ങനെ എല്ലാവരും അവരൊരു അടുത്ത് നമ്മൾ പിടിക്കണം എന്നുള്ള ആ ഒരു എപ്പോഴും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൊളീഷൻ എങ്ങനെയാണെന്നാണ് അവിടെ പറയുന്നത്, ആ പോയിന്റ് പറയുന്നത്. അതായത് കൂട്ടിയിടിക്കല് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും എന്താണ്? ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും സെയിം ആയിരിക്കും. കിട്ടിയല്ലോ? കിട്ടി. അപ്പൊ 7 പോയിന്റ് ഓർത്തിരിക്കണം കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, അതായത് ഗെയിം കഴിയാറായി മക്കളെ. ഗെയിം കഴിയാറായപ്പോ നമ്മുടെ ഗ്രീൻ ടീം റെഡ് ടീം, ഗ്രീൻ ടീം 3 ഗോൾ അടിച്ചു, റെഡ് ടീം 3 ഗോൾ അടിച്ചു. സോ 2 minutes, ലാസ്റ്റ് 2 minutes.
എന്തായിരിക്കും സംഭവിക്കുക നിങ്ങളൊന്ന് ആലോചിക്കുക. ലാസ്റ്റ് 2 മിനിറ്റ്സ് ആണെങ്കിൽ അപ്പൊ തന്നെ അടുത്ത ഗോൾ അടിക്കണം എന്നുള്ള ഹൈ പ്രഷർ. അപ്പൊ പുറയുന്ന അവിടെ നിന്നൊക്കെ ഗോൾ എന്താണ് അവരെ കോച്ചൊക്കെ അടിക്കുന്ന 2 മിനിറ്റോളം കമോൺ കമോൺ എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, പുറമേൽ എന്താണ് കൈനറ്റിക് എനർജി, ആൾക്കാരുടെ എന്താണ് മോഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവരുടെ ടെമ്പറേച്ചർ കൂടും. നമുക്ക് അങ്ങനെയല്ലേ, പരീക്ഷ മോളെ നാളെ പരീക്ഷയാണ്, നാളെ മാത്സാണ്, നീ ഇങ്ങനെ നടന്നു, നീ ഇങ്ങനെ നാളെ മാത്സാണ്, നീ ഇങ്ങനെയാണ് നാളെ മാത്സാണ്. നീ എന്താ പറയും, കെമിസ്ട്രി പറയും. കഴിഞ്ഞ ദിവസം കെമിസ്ട്രി പൊട്ട മാർക്കാണ്, മര്യാദ കെമിസ്ട്രി പഠിച്ചു. അതാണ് നിസാറിന്റെ വീഡിയോ കണ്ട് പഠിക്കും. അപ്പൊ നിങ്ങൾ സാറിന് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കും, ഇത് കൊണ്ട് നിങ്ങൾ പറയും നിസാറിന്റെ വീഡിയോ കാണുന്നുണ്ട്, സൂപ്പറാണ്, എന്റെ എല്ലാം കണ്ട നോട്ടല്ല, പാർട്ട് 1 നോട്ടല്ല, ഗ്യാസ് ഹൗസിന്റെ നോക്കി എത്ര പേജാണെന്നൊക്കെ സാറ് പഠിപ്പിക്കും. ടെസ്റ്റ് ഒരു പാരഗ്രാഫ് സാറ് പഠിച്ചു, ഇത് മൊത്തം ഞാൻ പഠിക്കുന്നുണ്ട്, സെറ്റപ്പാണ്, ഈ തവണ നോക്കിയോ കെമിസ്ട്രി പൊളിക്കും ഞാൻ എന്ന് പറയണം. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇവിടെ എന്തു കൂടി മക്കളെ, കൈനറ്റിക് എനർജി കൂടി, അതായത് മോഷൻ കൂടി. ഇവരെല്ലാവരും ഈ ആൾ തളർന്നിരിക്കില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും, ടെമ്പറേച്ചർ കൂടും. ഓർമ്മയുണ്ടോ സാറ് കൈയടിച്ചത്? കൈനറ്റിക് എനർജി അങ്ങനെ കൂടുമ്പോ ടെമ്പറേച്ചർ കൂടും. അപ്പൊ കൈനറ്റിക് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹീറ്റ്, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. അതാണ് 7ാമത്തെ പോയിന്റ്. ടെമ്പറേച്ചറും കൈനറ്റിക് എനർജിയും പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി. രണ്ടുപേരും എന്താണ്, പ്രൊപ്പോർഷണൽ ആണ്. മനസ്സിലായോ? അതായത് എന്താണ്, ഒരാൾ കൂടുമ്പോൾ മറ്റൊരാൾ കൂടിയാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ക്ലിയർ? അപ്പൊ 7th പോയിന്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. ആക്ച്വലി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തന്നെ ആവറേജ് കൈനറ്റിക് എനർജിയുടെ മെഷർമെന്റ് ആണ്. അതൊക്കെ ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പോ ദാറ്റ് മീൻസ് എന്താണ് പറയുന്നത്, നന്നായി മൂവ് ചെയ്യുന്ന ഒരിക്കൽ ഹൈ എനർജിയും സ്ലോലി മൂവ് ചെയ്യുന്നവർക്ക് എന്താണ്, ലോ എനർജി. മനസ്സിലായോ? അപ്പൊ ഈ മൂവ്മെന്റ് മോഷൻ അനുസരിച്ചിട്ടാണ് നമ്മളുടെ എന്ത് സൂചിപ്പിക്കുന്നത്, ടെമ്പറേച്ചർ സൂചിപ്പിക്കുന്നത്. കിട്ടിയാലോ? അപ്പൊ ഇത്തരം 7 പോയിന്റ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഓടിച്ച് പറഞ്ഞു നോക്കിയാൽ, ഓടിച്ച് ഒരു 2 മിനിറ്റ് കൊണ്ട് പറയണം. ടൈനി പാർട്ടികൾ, ഫുട്ബോൾ കളി വളരെ ചെറുതാണ്, ഗ്യാസിന്റെ മോളിക്യൂൾസും ചെറുതാണ്. വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ്, അവരുടെ വിയറിലേക്ക് ജേഴ്സി നോക്കുക, അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. അവർ തമ്മിൽ ഭയങ്കര അകലത്തിലായിരുന്നവർ തമ്മിൽ എന്താണ്, അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. അടുത്ത നെഗ്ലിജിബിൾ പാർട്ടിക്കൽ വോളിയം, അവർ വളരെ ചെറുതാണ് ഗ്രൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ ഗ്യാസിന്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് വളരെ ചെറുതാണ്. അടുത്തത് കംപ്രസിബിലിറ്റി, അതായത് പെനാൽറ്റി കേക്ക് വരുന്ന അവർ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവ് കൊടുക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മോഷൻ ആൻഡ് പ്രഷർ. ഇവര് പന്തിന്റെ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അവർ അവിടേക്ക് ചെന്ന് ഇടിക്കും, ആ കൊളീഷൻ ഉണ്ട് അല്ലെ, അത് അവർ പരസ്പരം ഇടിക്കും. അതുപോലെ തന്നെ എന്താണ്, അവർ വാൾസിൽ ചെന്നിടിക്കും, അപ്പൊ ഫോഴ്സ് പെർ ഏരിയ, അവിടെ പ്രഷർ ഉണ്ട്. അടുത്തത് 6ാമത്തെ ഇലാസ്റ്റിക് കൊളീഷൻ. അങ്ങനെ ഇടിച്ചാൽ പോലും അവരുടെ ടോട്ടൽ കൈനറ്റിക് എനർജി ആ സിസ്റ്റത്തിന്റെ മൊത്തം എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇടിക്കുന്നതിന് മുന്നേ ബിഫോർ കൊളീഷൻ, ഇടിക്കുന്നതിന് ശേഷം ആഫ്റ്റർ കൊളീഷൻ സെയിം ആയിരിക്കും. ലാസ്റ്റ് പോയിന്റ്, അവസാനത്തെ ഗെയിം തീരാൻ പോകുന്നു. അപ്പൊ എന്താണ്, കൈനറ്റിക് എനർജി മോശം കൂടുതലാണ്. അപ്പൊ എന്ത് കൂടുതലായിരിക്കും, അവരുടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. മനസ്സിലായോ? അവരൊന്ന് വന്നു കഴിഞ്ഞാൽ കൈ പിടിച്ചു നോക്കിയാൽ നല്ല ചൂടായിട്ടിരിപ്പുണ്ടോ? മനസ്സിലായോ? അപ്പൊ ഈ 7 പോയിന്റ് ആണ് 7 മഹാത്ഭുതം പോലെ ഗ്യാസിന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു ഗ്യാസ്, മറ്റവനെ ഉണ്ടല്ലോ ഗ്യാസ്, അവനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ നോക്കണം അവന്റെ ഈ 7 സ്വഭാവത്തിൽ എവിടെ ഇതൊക്കെ അവൻ കാണിക്കുന്നുണ്ടോ. ഉണ്ടെങ്കിൽ അവൻ കറക്റ്റ് ആയിട്ടുള്ള ആളായിരിക്കും, ഇല്ലെങ്കിൽ അവനൊരു പൊട്ട സാധനമായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഗ്യാസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്യാസ് ബിഹേവ് ചെയ്യണത് ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് നോൺ ആസ് കൈനറ്റിക് മോളിക്കുലർ തിയറി. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട്. ഇത് പ്രൊപ്പോസ് ചെയ്ത ആളുടെ പേര് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം, എന്നിട്ട് ആളുടെ പേര് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുക. കാരണം റെസ്പെക്ട് ആയിട്ട്, കാരണം അത് കണ്ടുപിടിച്ചതല്ലേ. സാറ് പറയുന്നില്ല, നിങ്ങൾ വായിച്ചിട്ട് അയാളുടെ പേര് താഴെ കൊടുക്കുക. ഓക്കെ? പ്രധാനപ്പെട്ട 2 സയന്റിസ്റ്റുകളാണ്. സയന്റിസ്റ്റിന്റെ പേര് വേണമെങ്കിൽ പരീക്ഷിച്ച് ചോദിക്കാം. പണ്ടൊക്കെ SSLC ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ആരാണ് ഈ പേര് ഫോർവേഡ് ചെയ്തെന്ന് നോക്കുക, ഫോർവേഡ് ചെയ്ത ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിക്കുക. ഈ ഈ ഈ ചാറ്റ് ബോക്സിൽ, കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ വായിച്ചില്ലെന്ന് അറിയാലോ. എന്തെങ്കിലും കമന്റ് ചെയ്യാല്ലാതെ അതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ? സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ബിഗ് കാര്യങ്ങളാണ്. ഒന്ന് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഈ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറിന്റെ സിമ്പിൾസ് എന്തൊക്കെയാണ്? പ്രഷർ P, വോളിയം P, ടെമ്പറേച്ചർ T. അതിന്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്? വോളിയം ആണെങ്കിൽ നമ്മൾ ലിറ്ററിൽ പറയും, പ്രഷർ പറയും, ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിന് പറയും. അപ്പൊ ഈ കെൽവിന് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്ന് വിചാരിക്കും. അതിന് കെൽവിലോട്ട് ആക്കാൻ വേണ്ടി നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് 2073 എന്ന് പറയുന്നത് 273 എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 303 കെൽവിൻ ആവും. ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന്
നോട്ട് ചെയ്ത് വയ്ക്കുക. ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും.